بسم الله الرحمن الرحيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون أصواتهم عند رسول الله أولئك اللهم وفقنا ثواب ما قلناه من القرآن وما صليناه هذه هدية واصلة وبركة شاملة منا نبينا وشفيعنا المصطفى محمد صلى الله عليه وسلم خوانه من الأنبياء والمرسلين الوالي وذريته أصحاب المدنية المدنية صائر صحابة التامين طعام الأربعة كلهم خاصة سيدنا محمد إلى أضعاف أرواح نبي أولياء الله من مشارقه إلى مغاربه اللهم يا من بيده مقاليد الخير كله وإليه يرجع الأمر كله يا فتاح يا عليم افتح علينا وعلينا فتحا قريبا يا فتاح يا عليم اللهم علمنا ما ينفعنا وانفعنا بما علمتنا يا إلهنا اللهم لا تفرحنا لا في الدنيا ولا في الآخرة اللهم ارزقنا فهم نبينا وحفظ المرسلين وإلهام الملائكة المقربة بجاه شفيعنا المصطفى محمد وببركتها بلا إساءة اللهم أنت تعلم ما في ظهره أنت غني من التفسير اللهم اجعل قيد من قادنا في نهيه ومكر من مكر بلا عيب إليه وفرط من نفر لنا واقع فيها ومن نصب لنا شبكة الخداع اجعله يا سيدي مسوقا إليها وصارا فيها وأسرا لديها ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله. എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ് ഇതായി കാണുന്നത്. അൽ മദീന യതീംഖാന ഇവിടെ അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 14 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ സ്ഥിതിയിൽ കാണും അല്ലാഹു കാട്ടിത്തന്നു. അത് നമ്മളുടെ പരിശ്രമം കൊണ്ടും നമ്മളുടെ ദാനധർമ്മം കൊണ്ടും നമ്മളുടെ ഇഖ്ലാസ് കൊണ്ട് മാത്രമാണ് ഇത്രയും അത് മുന്നോക്കം വന്നിരിക്കുന്നത്. ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വളർത്തി എടുക്കാം. അതിനെ വലിയ നിലയ്ക്ക് വളർത്തിയാൽ എത്രയോ ഉലമാക്കൾ ഇവിടുന്ന് പഠിച്ച് ബിരുദം കിട്ടി പോകുന്ന ഒരു വലിയ ഒരു സ്ഥാപനം നമ്മളുടെ പരിശ്രമം കൊണ്ട് അല്ലാഹു ആക്കിത്തരും. അതിന് ഇവിടെയുള്ള ചുറ്റുപാടുള്ള മുസ്ലിമീങ്ങൾ കണ്ണു തുറന്ന് അതിലേക്ക് സഹായം ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടെ നിങ്ങൾ ഒരുങ്ങുക എന്ന വസിയത്താണ് നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തരട്ടെ. ഈ പാവപ്പെട്ട യതീം കുട്ടികൾക്ക് മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുന്ന നല്ല മനോഹരമായ കെട്ടിടവും ലൈറ്റും ഒക്കെ കാണുമ്പോൾ എത്ര എളുപ്പമാണെന്ന് ആരും കരുതി പോകണ്ട. എത്ര ദിവസം എത്ര സ്ഥലത്ത് പോയി ഇങ്ങനെ തവച്ചിരിക്കണം ഇതൊക്കെ കിട്ടണമെങ്കിലെന്ന് നിങ്ങൾ അറിയോ. അതുകൊണ്ട് എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ഇനിയും അങ്ങേയറ്റം ഉത്സാഹിക്കുകയും. സ്വാഗത പ്രസംഗം ചെയ്യുമ്പോൾ ആയത്ത് ഹദീസ് ഓതാറില്ല. എന്നാൽ ഇവിടെ ഒരു ഹദീസ്
സ്വാഗത പ്രാസംഗികൻ ഓതിയത് വളരെ അർത്ഥവത്തായ വിഷയമാണ്. അൽ മദീന എന്ന് ഈ സ്ഥാപനത്തിന് പേര് വെച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അൽ മദീന അൽ മുനവ്വറ, ആ മദീന മുനവ്വറയെ അനുസ്മരിച്ചുകൊണ്ടാണ്, ഇത് പഠിപ്പിക്കാനാണ് സ്വാഗത പ്രസംഗത്തിൽ ഒരു ഹദീസ് ഓതിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീനതി കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന മുനവ്വറയിലേക്ക് ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയം എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാ മദീനയിൽ പോകണം, മദീനയിൽ പോകണം, മദീനയിലെത്തണം എന്ന് ചിന്തിക്കുന്നവരാണ് കേട്ടോ. അങ്ങനെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുന്ന, ആ മദീന മുനവ്വറയെ ഓർക്കുന്ന, അനുസ്മരിപ്പിക്കുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന മദീന, അൽ മദീന, അതാണ് നമ്മുടെ സ്ഥാപനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വളർത്തിത്തരുമാറാകട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദിനും ബനനാടി ഉസ്താദിനും നമുക്കെല്ലാവർക്കും താജുൽ ഉലമക്കും അല്ലാഹു ദീർഘ ആയുസ് നൽകുമാറാകട്ടെ. അർഹമുർ-റഹീമായ അല്ലാഹ് ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന, സഹകരിക്കുന്ന എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനേ. അൽ മദീന ഇസ്ലാമിക് കോംപ്ലക്സ് മഞ്ചനാടി മംഗലാപുരത്തെ വിദ്യാഭ്യാസ മേഖല എന്ന നിലയിൽ പ്രസിദ്ധമായ ദേർലക്കട്ടയിൽ നിന്നും കേവലം 5 കിലോമീറ്റർ ദൂരത്തിൽ പടുത്തുയർത്തപ്പെട്ട ദക്ഷിണ കർണാടകയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രമാണ് മഞ്ചനാടി അൽ മദീന. പ്രകൃതി രമണീയമായ മഞ്ചനാടി കുന്നിൻ മുകളിൽ 25 ഏക്കറോളം വരുന്ന വിശാല മൈതാനിയിൽ ബഹുനില കെട്ടിടങ്ങളാൽ തലയുയർത്തി നിൽക്കുന്ന ഈ കലാലയം മുസ്ലിം സമുദായത്തിലെ നിരാലംബരായ അനാഥ അഗതി മക്കൾക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അധിഷ്ഠിതമായി മതഭൗതിക വിജ്ഞാനം നൽകി അവരെ ഉന്നത ശ്രേണിയിലെത്തിക്കണം എന്ന ലക്ഷ്യത്തോടെ ബഹുവന്യരായ താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ അവர்களுടെയും സൂഫി വര്യരായ മഞ്ചനാടി CP മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ അവர்களுടെയും ആശീർവാദത്തോടെ പണ്ഡിതശ്രേഷ്ഠൻ ബഹുവന്യരായ PM അബ്ബാസ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പടുത്തുയർത്തപ്പെട്ടതാണ് ഈ വിജ്ഞാന കേന്ദ്രം. യതീംഖാന, ശരീഅത്ത് കോളേജ്, ദഅ്വ കോളേജ്, ബോർഡിംഗ് മദ്രസ, സെക്കൻഡറി മദ്രസ, അഗതി മന്ദിരം, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, വിമൻസ് കോളേജ്, കന്നഡ മീഡിയം ഹൈസ്കൂൾ, ജുമാ മസ്ജിദ്, കമ്മ്യൂണിറ്റി ഹാൾ, ഡിസ്പെൻസറി, കുത്തുബ്ഖാന, ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങി 16ലേറെ വ്യത്യസ്ത സ്ഥാപനങ്ങളുള്ള മഞ്ചനാടി അൽ മദീന കോംപ്ലക്സിന് 2011 മാർച്ചിൽ 6 വയസ്സ് പൂർത്തിയാവുകയാണ്. ഇത് അൽ മദീന യതീംഖാന. അൽ മദീനയുടെ പ്രഥമവും പ്രാധാന്യവുമുള്ള ഒരു മഹത് സ്ഥാപനമായ അൽ മദീന യതീംഖാന 1994 മാർച്ച് 17 തുടക്കം കുറിച്ചത് മുതൽ ഇന്നേ വരെയായി യഥാർത്ഥ യതീമുകളായ 370-ലധികം അനാഥർക്ക് അഭയം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 100ഓളം യതീമുകളാണ് ഇവിടെ അന്തേവാസികളായിട്ടുള്ളത്. ഇവരിൽ SSLC പാസ്സായവർ സമീപ പ്രദേശങ്ങളിലുള്ള കോളേജുകളിൽ ഉപരിപഠനം നടത്തുന്നു. മികച്ച ബോർഡിംഗ് സൗകര്യമാണ് യതീമുകൾക്കായി ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ വിദ്യാർത്ഥിക്കും സ്വന്തമായി കട്ടിലും കിടക്കയും മറ്റ് സൗകര്യങ്ങളും നൽകുന്നതിന് പുറമെ വർഷത്തിൽ 5 ജോഡി വസ്ത്രങ്ങളും മുന്തിയ ഇനം പഠനോപകരണങ്ങളുമാണ് നൽകി വരുന്നത്. ധനികർ വീടുകളിൽ അവരുടെ സന്താനങ്ങൾക്ക് നൽകുന്നതിലും മികച്ചതാവണം എന്റെ യതീമുകൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം എന്ന ശൈഖുന അബ്ബാസ് ഉസ്താദിന്റെ ദൃഢനിശ്ചയം കാരണം സുഭിക്ഷമായ ആഹാരമാണ് യതീമുകൾക്ക് ഇവിടെ ലഭിക്കുന്നത്. കന്നഡയിൽ ഒരു ഇൽമിന്റെ കേന്ദ്രം വേണം എന്ന് അബ്ബാസ് ഉസ്താദ് അത് ആഗ്രഹിക്കും. ആ നിലക്ക് വാപ്പാനെ കൊണ്ട് ഇറക്കിയടിക്കുകയും ആ നിലക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അങ്ങനെയുള്ള ഇൽമിന്റെ സ്ഥാപനങ്ങൾ ആളെ ഉയർന്നു വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ പഠിക്കുന്ന എല്ലാ മുതഅല്ലിമീങ്ങളും
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് ആ നിലക്ക് ഇൽമോടുകൂടി ഇൽമനുസരിച്ച് നടക്കാനും അള്ളാഹു അവർക്കും നമ്മൾക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാട്ടെ. അതുകൊണ്ട് മാത്രമല്ല, ദക്ഷിണ കന്നഡയിൽ നിന്ന് വളരെ ഉയർന്നു വരുന്ന ഒരു സ്ഥാപനമാണ് അൽ മദീന എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഈ ചെറിയ ഉപദേശം കേൾക്കുന്ന മുഴുവൻ ദീനിയായ ചെറുപ്പക്കാർ അതിലേക്ക് സഹായിക്കുകയും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മളാൽ സഹായിക്കുക അള്ളാഹുവിന് തൗഫീഖ് ചെയ്യുമാറാട്ടെ. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള ദീനിയായ ചെറുപ്പക്കാർ, നമ്മളെ അള്ളാഹു തന്ന പൊതുവെ അത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ചെയ്യലാണ് ഏറ്റവും ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് അള്ളാഹു തന്ന മുതൽ അല്ലെങ്കിൽ സമ്പത്ത് അതിന് ഒരു വിഹിതം തീർച്ചയായും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ രക്ഷപ്പെടാൻ കാരണമാവും. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാട്ടെ. അതുകൊണ്ട് പ്രത്യേകം ഞാൻ ഈ കേൾക്കുന്ന നിങ്ങളെല്ലാവരും എന്താണ്, വിദേശികൾക്ക് എത്രയോ ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സദക്കാണ് ഏറ്റവും വലുത്. അല്ലാഹു അസ്സദഖത്തു റബ്ബിൽ ബലാഗി എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനത്തി കമാ തയരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ സദഖ റസൂലുള്ളാഹി. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هجرتي أدركني. നമ്മുടെ അൽ മദീന എന്ന് പറയുന്ന സ്ഥാപനം 994 ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി മഹാനവറുകൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബദറിനോട് ഓതി 11 യതീം കുട്ടികളെ കൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണ്. അന്ന് മഹാന്മാരായ ശൈഖുന മഞ്ഞനാടി ഉസ്താദ്, കാന്തപുരം ഉസ്താദ്, ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരായ പല ആലിമീങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ 11 യതീം കുട്ടികളെ കൊണ്ട് തുടങ്ങിയ സ്ഥാപനത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ഇന്ന് 1600ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു തലമുറനെ ഉണ്ടാക്കൽ മാത്രമാണ്. ദീൻ പഠിപ്പിക്കുന്ന, ദീൻ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളെയും വാർത്തെടുക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശം. നമ്മൾക്ക് അള്ളാഹു ഈ സ്ഥാപനത്തിന് വലിയ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സ്ഥാപനം ഉണ്ടാക്കുന്ന സമയത്ത് ചില മഹാന്മാരോട് മുഷാവറ ചെയ്തപ്പോൾ 4444 ആദിയത്തു സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ഞാനും എൻ്റെ അടുക്കൽ നോക്കിയ മുതഅല്ലിമീങ്ങളും കൂടി എൻ്റെ ശിഷ്യന്മാരും കൂടി തീരുമാനിച്ച് ഞാൻ വലിയൊരു മഹാന്റെ അടുക്കലേക്ക് മുഷാവറക്ക് വേണ്ടി പോയപ്പോൾ മഹാനവറുകൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾ 4444 ആദിയത്തു സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ പുറമെ ഖിദ്ർ നബിന്റെ മേലിൽ യാസീനും കൂടി ഓതി തുടങ്ങണം എന്നാണ്. ആ നിലക്ക് ഖിദ്ർ നബിന്റെ മേലിൽ യാസീൻ ഓതി ഞങ്ങൾ ചെറിയൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഉണ്ടാക്കി അൽഹംദുലില്ലാ, കമ്മിറ്റി ഉണ്ടാക്കിയ ഉടനെ ഞങ്ങൾക്ക് ഇവിടെ ഒരു യതീംഖാന തുടങ്ങണമെന്ന് തോന്നി. അങ്ങനെ കുറഞ്ഞ സ്ഥലത്തിൽ 11 കുട്ടികളെ കൊണ്ട് തുടങ്ങി അള്ളാഹു ഇന്നത് ബർക്കത്താക്കിയിട്ടുണ്ട്. സ്ഥാപനത്തിൽ അള്ളാഹു ബർക്കത്താക്കാനുള്ള പ്രധാന കാരണം 2ആണ്. ഒന്നാമത് സ്ഥാപനത്തിന് അൽ മദീന എന്നുള്ള പേരാണ്. അൽ മദീന എന്നുള്ള പേര് പല പേരുകൾ വെക്കാമെങ്കിലും അൽ മദീന എന്ന് പേര് വെക്കാൻ കാരണം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം മാത്രമാണ്. അള്ളാഹുവിന്റെ റസൂൽ മദീനയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മദീനനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മളെ ഈമാനിൽപ്പെട്ടതാണ്. യഥാർത്ഥ ഒരു മൂമിനാവണമെങ്കിൽ മദീനനെ സ്നേഹിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഇന്നൽ ഈമാന ലയഗ്രിസുൽ മദീനത്തി കമാ തഗ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. ഏത് മൂമിനായ മനുഷ്യനിക്കും മദീന ഓർമ്മയുണ്ടാകും. ഏത് സാധുവാണെങ്കിലും മുതലാളിയാണെങ്കിലും ഒരുത്തനിക്ക് എപ്പോഴും ആലോചന ഉണ്ടാകും, അള്ളാഹുവേ മദീനയിലേക്ക് എന്നെ എത്തിക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട റൗള എനിക്ക് കാണണം, മദീനയിൽ എനിക്ക് പോകണം എന്ന് എല്ലാവർക്കും മനസ്സിലുണ്ടാവും. അപ്പൊ ആ നിലക്ക് നബിനെ സ്നേഹിക്കൽ, നബിന്റെ നാടിനെ സ്നേഹിക്കൽ, നബിന്റെ നാടിന്റെ പേരിനെ സ്നേഹിക്കൽ അത് ഈമാനിൽപ്പെട്ടതാണ്. ലാ യുമിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നബിനെ സ്നേഹിക്കാൻ, നബിന്റെ നാട് സ്നേഹിക്കാൻ, നബിന്റെ നാട്ടിന്റെ പേര് സ്നേഹിക്കാൻ, നബിനോടുള്ള മഹബത്ത് കൊണ്ടാണ് അൽ മദീന എന്നുള്ള പേര് വെക്കാനുള്ള പ്രധാന കാരണം തന്നെ. അതിൻ്റെ പുറമെ ഇവിടെ ഇന്ന് ധാരാളം സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. യതീംഖാന, അഗതി മന്ദിരം, ശരീഅത്ത് കോളേജ്, ദഅവ കോളേജ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കന്നഡ മീഡിയം സ്കൂൾ, മറ്റുള്ള പല സ്ഥാപനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ പ്രധാനപ്പെട്ട സ്ഥാപനം യതീംഖാനയാണ്.
യതീം കുട്ടികളെ ബഹുമാനിക്കുക, യതീം കുട്ടികൾക്ക് സഹായിക്കുക എന്നുള്ളത് അത് പ്രത്യേകം ഒരു വിഷയമാണ്. യതീം കുട്ടികൾക്ക് അള്ളാഹു ധാരാളം ബഹുമാനം, വലിയ സ്ഥാനങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. സ്ഥാനം നൽകാൻ കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ലാ യുമിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നബിയെ നമ്മൾ ശരിക്ക് സ്നേഹിക്കാത്ത കാലത്തോളം നമ്മൾ ഈമാൻ പൂർത്തിയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ മക്കയിൽ നിന്ന് ആമിന ഉമ്മ നബിയുടെ ഹംലുള്ള സമയത്ത് 4-ാം മാസത്തിൽ നബിന്റെ വാപ്പ അബ്ദുള്ള എന്നവർ വഫാത്തായി. ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട സമയത്ത് വാപ്പയില്ല. മക്കക്കാർ അബൂ താലിബിന്റെ യതീം എന്നാണ് നബിനെ പറ്റി പറഞ്ഞത്. അബൂ താലിബിന്റെ യതീം എന്നുള്ള നിലക്കാണ് നബിനെ അവർ മനസ്സിലാക്കിയതും പറഞ്ഞതും. അള്ളാഹുവിന്റെ റസൂൽ ഒരു യതീമായിട്ട് വളർന്നാൽ എത്ര വിഷമമുണ്ടാവും, എത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം പറഞ്ഞത്, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹകദാ സദഖ റസൂലുള്ളാഹി. രണ്ട് വിരലിങ്ങനെ കാണിച്ചുകൊണ്ട് നബി പറഞ്ഞു, ഞാനും യതീം കുട്ടികളെ രക്ഷിക്കുന്നവൻ, യതീം കുട്ടികൾക്ക് ബുക്ക് വാങ്ങിക്കൊടുക്കുന്നവൻ, വസ്ത്രമായി കൊടുക്കുന്നവൻ, ഭക്ഷണമായി കൊടുക്കുന്നവൻ, അവരെ നിയന്ത്രിക്കുന്നവൻ, അവർക്ക് സഹായിക്കുന്നവൻ, ഞാനും സ്വർഗത്തിൽ കടന്നാൽ ഇതാ ഈ നിരക്ക് അടുത്തിട്ടാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും നബിന്റെ കൂടെ സ്വർഗത്തിൽ കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ചെയ്തു തരുമാറാകട്ടെ. അപ്പൊ നബിനെ സ്നേഹിക്കലാണ് വാസ്തവത്തിൽ യതീം കുട്ടികളെ സ്നേഹിക്കാന്നുള്ളത്. യതീം കുട്ടികളെ സ്നേഹിക്കുക എന്നുള്ളത് നബിനോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സ്ഥാപനമാണിത്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ മാസത്തിൽ ധാരാളം ചെലവുകൾ വരുന്നുണ്ട്, വരുമാന മാർഗമൊന്നുമില്ല, നിങ്ങളെപ്പോലുള്ളവരുടെ സഹായം മാത്രമാണുള്ളത്. നമ്മുടെ സ്ഥാപനത്തിന് ധാരാളം കമ്മിറ്റിയുണ്ട്. ഗൾഫ് നാടുകളിലും പല നിലക്കുള്ള കമ്മിറ്റികളുണ്ട്. എല്ലാവരും ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിന് ഒറ്റക്കെട്ടായി സഹായിക്കണം. ഈ സ്ഥാപനത്തിന് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള ഉദ്ദേശമുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു വലിയ ബർക്കത്താക്കിയ കൂട്ടത്തിൽ 25 ഏക്കർ സ്ഥലം ഈ സ്ഥാപനത്തിനുണ്ട്. അതുപോലെ തന്നെ സ്കൂളിന്റെ ബിൽഡിങ്ങുകളെല്ലാം ആയിക്കൊണ്ടുണ്ട്. ഇനി ഞങ്ങൾ പ്രത്യേകമായി കരുതുന്നത് ഈ സ്ഥാപനത്തിനുള്ളൊരു വരുമാന മാർഗമാണ്. ഈ സ്ഥാപനത്തിന് മാസത്തിൽ 7 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നുണ്ട്. എപ്പോഴും പിരിവാക്കുക എന്നുള്ളത് വലിയ വിഷമമുള്ള ഏർപ്പാടാണ്. അതുകൊണ്ട് ഇതിന് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കേണ്ട രൂപമാണ് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, കമ്മിറ്റിക്കാരും അല്ലാത്തവരും, ഇതിനെല്ലാ നിരക്കും സഹായിച്ചുകൊണ്ട് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി നിങ്ങളെല്ലാം ഇതിനുള്ള സഹായങ്ങൾ ചെയ്യണം. ഇൻഷാ അള്ളാഹ് മംഗലാപുരത്ത് ചെറിയൊരു സ്ഥലം വാങ്ങിയൊരു ബിൽഡിംഗ് കെട്ടാമെന്ന് വലിയ ആഗ്രഹമുണ്ടെങ്കിലും ഇത് അള്ളാഹുവിനോടും അള്ളാഹിന്റെ റസൂലിനോടും പറയലല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അള്ളാഹു അതെല്ലാം എളുപ്പത്തിൽ പൂർത്തിയാക്കി തരാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദ്വാരക്കയും ഇതിന് വേണ്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഉണർത്തുന്നു. ഇതിന് പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ നാടുകളിലും വിദേശ നാടുകളിലുമുണ്ട്. അർഹമുർ-റാഹിമീനായ അള്ളാഹു അവർക്കെല്ലാം അതിന് അർഹതായ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. അവരുടെ വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണം റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. നമ്മളെ സ്ഥാപനം ഉണ്ടാക്കാൻ തുടങ്ങിയത് മുതൽക്ക് നമ്മൾക്ക് സഹായിച്ച നമ്മളെ യതീംഖാന ബിൽഡിംഗ്, പള്ളി, മദ്രസ, ശരീഅത്ത് കോളേജ് പലതിനും സഹായിച്ച ധാരാളം ആൾക്കാരുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ ബിസിനസ്സിൽ നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നീ നബിന്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലി ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനത്തിന് സഹായിക്കുന്നവർ, സ്ഥാപനത്തിന് പ്രവർത്തിക്കുന്നവർ, സ്ഥാപനത്തിന്റെ മുഹിബ്ബീങ്ങൾ എല്ലാവരും നീ മുസ്തഫ നബിന്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തിത്തരണം റഹ്മാനെ. നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുകയും ദ്വാരക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് ശരീഅത്ത് കോളേജ്. കഴിഞ്ഞ 43 വർഷമായി ദർസ് നടത്തിവരുന്ന ശൈഖുന അബ്ബാസ് ഉസ്താദ് 1994 യതീംഖാനയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് മുൻപ് 21 വർഷത്തിലേറെ കാലം മഞ്ചനാടി ജുമാ മസ്ജിദിലായിരുന്നു ദർസ് നടത്തി വന്നിരുന്നത്. 15 വർഷം മുൻപ് ദാറുൽ ഹുദ ദർസ് എന്ന് നാമകരണം ചെയ്ത ഉസ്താദ് അവർകൾ തന്റെ ദർസിനെ യതീംഖാനയിലേക്ക് പറിച്ചു നട്ടു. പ്രസ്തുത ദർസാണ് ശരീഅത്ത് കോളേജായി പടർന്നു പന്തലിച്ചത്. ഇത് അൽ മദീന ബോർഡിംഗ് മദ്രസ. അൽ മദീനയുടെ 3ാമത്തെ സ്ഥാപനമാണ് അൽ മദീന ബോർഡിംഗ് മദ്രസ.
ധാർമ്മികത നശിച്ച ഇന്നത്തെ മലിനമായ അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ മക്കൾ അകപ്പെടാതെ അവരെ പൂർണ്ണമായും ദീനീ ചിട്ടയിൽ വളർത്തണം എന്നാഗ്രഹിക്കുന്ന ഒരുപറ്റം ധനികരുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിനായി തുടക്കം കുറിക്കപ്പെട്ട ഈ സ്ഥാപനത്തിൽ ഇന്നേവരെയായി 200-ലധികം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകിയിട്ടുണ്ട്. मदीने में ये होते हैं यहाँ पर ये नहीं होते मदीने में ये होते. അൽ മദീന എന്ന് പറയുമ്പോൾ തന്നെ അൽ മദീനയിൽ നിന്ന് മദീനത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എപ്പോഴും അൽ മദീനയിൽ നിന്ന് സാക്ഷാൽ മദീനയിലേക്കുള്ള ഒരു കണക്ഷൻ, ഒരു ബന്ധം ഏത് സമയത്തും നിലനിൽക്കുന്നു എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. അൽ മദീന എന്ന ഈ സ്ഥാപനത്തിന് ഈ മഹത്തായ പേര് നൽകാൻ തന്നെ കാരണം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ഥാപനത്തിന്റെ മേൽനോട്ടം, ഇതിന്റെ ആധികാരികമായ അധികാരം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ മേൽനോട്ടത്തിലായി ഹബീബിന്റെ പൊരുത്തത്തിലായി ഈ സ്ഥാപനം നിലനിൽക്കണം ഖിയാമത്ത് നാൾ വരെ എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെ അൽ മദീന എന്ന് പറയുമ്പോൾ ഏത് മുഅ്മിനായ മനുഷ്യന്റെ ഖൽബും ഒന്ന് ഞെട്ടാതിരിക്കില്ല. അൽ മദീന പറയുമ്പോൾ തന്നെ ഹബീബായ റസൂലുള്ളാഹിന്റെ മദീനത്തുൽ മുനവ്വറ, പരിശുദ്ധമായ മദീന ഏത് സമയത്തും മുഅ്മിനീങ്ങളുടെ ഖൽബിലേക്ക് വരണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഈമാൻ ഏത് സമയത്തും മദീനയുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അൽ മദീന എന്ന് പറയുന്ന ഈ പേര് തന്നെ മദീനയെ എപ്പോഴും സ്മരിക്കാൻ വേണ്ടി, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്മരിക്കാൻ വേണ്ടി വെച്ച പേരാണെന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും നേതാക്കളും നാം എപ്പോഴും മറന്നു പോകരുത്. നീണ്ട 18 വർഷങ്ങളെ കൊണ്ട് അൽ മദീന സ്ഥാപനം എന്തു ചെയ്തു എന്ന് മനസ്സിലാക്കാൻ അൽഹംദുലില്ലാഹ് ഒരു ജുമഅക്ക് തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിൽ നമ്മുടെ സഹായികളായ, പ്രത്യേകിച്ച് വിദേശത്ത് പ്രവാസികളായ നമ്മുടെ കമ്മിറ്റിക്കാരും സഹായികളും ആളുകളും വന്ന് ഇൻഷാ അല്ലാഹ് ഒരു ജുമഅക്ക് തന്നെ അൽ മദീനത്തിന്റെ പരിസരത്തുള്ള ക്യാമ്പസിലുള്ള ഈ പരിശുദ്ധമായ പള്ളിയിൽ എത്തിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മദീനയിൽ തുടങ്ങി വെച്ച, ലോകത്ത് തുടങ്ങി വെച്ച ആ യഥാർത്ഥമായ ജുമഅയും ഖുതുബയും നിസ്കാരങ്ങളും വളരെ വ്യക്തമായി നടക്കുന്ന ഈ കാഴ്ച കണ്ടപ്പോൾ തന്നെ ഇതിന്റെ സഹകാരികൾക്ക്, ഇതിന്റെ തുടക്കം മുതൽ ഇതുവരെ സഹായിച്ചവരുടെ മനസ്സിന് നിർബന്ധമായും സമാധാനമുണ്ടാകുമെന്ന് മാത്രമല്ല, ഇത് കണ്ടാൽ തന്നെ അവരുടെ കൽബ് പൊട്ടിക്കരഞ്ഞു പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ചെറിയ സഹകരണം കൊണ്ട് ഈ 3000-ഓളം ആളുകൾ, വിദ്യാർത്ഥികൾ നിസ്കരിക്കുന്ന ഒരു ക്യാമ്പസ് അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ, അതിന് സഹകരിക്കാൻ കഴിഞ്ഞല്ലോ. ഒരു സൽക്രമം ഞങ്ങളെ കയ്യിലില്ലെങ്കിലും അർഹമുറാഹിമായ അല്ലാഹു ഈ അനാഥകളും അഗതികളുമായ പാവപ്പെട്ട വിദ്യാർത്ഥികളും അപ്രകാരം അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന, ശരീഅത്ത് പഠിക്കുന്ന തലകെട്ട് കെട്ടിയ മുതഅല്ലിമീങ്ങൾ, വെളുത്ത വേഷം ധരിച്ച മുതഅല്ലിമീങ്ങൾ, ഈ വിദ്യാർത്ഥികളിൽ, വ്യത്യസ്ത സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളിൽ, ഈ പരിസരത്തുള്ള സുന്നത്ത് ജമാഅത്തിലെ വിശ്വാസികളിൽ ഈ ജുമഅക്ക് വന്ന് ക്യാമ്പസിൽ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ സഹായവും നിങ്ങളുടെ പ്രവർത്തനവും ഫലവത്തായിട്ടുണ്ട് എന്ന് ഇൻഷാ അല്ലാഹ് ഓരോരുത്തർക്കും ബോധ്യപ്പെടും എന്നാണ് ഞാൻ ആശിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരാൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലെത്തി അന്വേഷിക്കുന്നത് ഈ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യനിക്ക് വല്ല യതീമുകളായ കുട്ടികളും ഉണ്ടോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുന്നു. രണ്ടാമതായി ഈ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ കടബാധ്യതകൾ ഉണ്ടോ, പ്രയാസങ്ങളുണ്ടോ, വിഷമങ്ങളുണ്ടോ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അന്വേഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ നിലക്കുള്ള അന്വേഷണം അല്ലാഹുവിന്റെ റസൂൽ അന്വേഷിച്ചുകൊണ്ട് പറയുന്നു, യതീമുകളായ കുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ള പറയും, ഇലയ്യ ഇലയ്യ, ആ യതീം കുട്ടികളെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തു എന്ന്
ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞെങ്കിൽ അൽ മദീന സ്ഥാപനം തുടങ്ങുന്നത് തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന അബ്ബാസ് ഉസ്താദ് 11ഓളം വരുന്ന യതീമക്കളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇലയ്യ ആ യതീമക്കളെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തു എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ വലിയ പ്രഖ്യാപനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ യതീമക്കളെ ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏറ്റെടുത്തിരിക്കുന്നുവെങ്കിൽ ഞാൻ ഓർമ്മപ്പെട്ടെ യതീമക്കളും മാത്രമല്ല മിസ്കീന്മാരായ അഗതികളായ വിദ്യാർത്ഥികൾ ചിലപ്പോൾ യതീമക്കളെക്കാളും വളരെ വിഷമിക്കുന്ന വാപ്പയുണ്ടെങ്കിലും വാപ്പ മരണപ്പെട്ടു പോകാത്തതിനേക്കാളും വലിയ ഘട്ടത്തിലുള്ള എത്രയോ കുടുംബങ്ങളുണ്ട്. മിസ്കീന്മാരായ അഗതികളായ വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളെ ഏതെങ്കിലും മുതലാളിമാരെ വീട്ടിൽ പോയി കക്കൂസ് കഴുകി അവരുടെ വീട്ടിന്റെ അകത്തുള്ള കച്ചറകൾ വൃത്തിയാക്കി അനാഥകളും അഗതികളുമായ വിദ്യാർത്ഥികൾ അല്ലാ ഞങ്ങളെ വാപ്പ മരിച്ചുപോയി, ഞങ്ങളെ സംരക്ഷിക്കാൻ ആളില്ല, ഞങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ ഞങ്ങൾക്ക് തീരും തിന്നാവും പഠിപ്പിക്കാൻ ആരുമില്ലല്ലോ, ഉമ്മ ഞാൻ പോയി ആ വീട്ടിലെ മുതലാളിന്റെ വീട്ടിൽ കക്കൂസ് കഴിക്കട്ടെ, അവരെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആ ഉമ്മ ഭർത്താവ് മരിച്ചുപോയ ഉമ്മയും ഈ പാവപ്പെട്ട മക്കളും ഏതെങ്കിലും മോശം അവരുടെ വീട്ടിൽ വെച്ച് ഏതെങ്കിലും മുതലാളിമാരെ വീട്ടിൽ വെച്ചുകൊണ്ട് അവർ കണ്ണാസും കക്കൂസും അവരുടെ വസ്ത്രങ്ങളും കഴുകിക്കെടുക്കുന്ന ഈ അവസ്ഥയിൽ ആ യതീമുകളെയും അഗതികളെയും ഈ സമൂഹം അവഗണിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദുകൾ അതുപോലെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നിർബന്ധമായും ആ യതീമുകളെയും അനാഥകളെയും അഗതികളെയും ഏതെങ്കിലും ആളെ കക്കൂസ് കഴുകാൻ വേണ്ടി അതിനുള്ള ജോലി ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെടേണ്ടവർ അല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യതീമക്കളെ സംരക്ഷണം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അൽഹംദുലില്ലാഹ് ആ യതീമക്കള് ചിലപ്പോൾ ഉമ്മയും വാപ്പയും രണ്ടും മരണപ്പെട്ടു പോയ യതീമക്കള്, അതുപോലെ ഉമ്മയും വാപ്പയും രണ്ടും രോഗത്തിൽ കിടക്കുന്ന മിസ്കീന്മാരായ കുട്ടികള് ഒരിക്കലും ആ പാവപ്പെട്ട വിദ്യാർത്ഥികളെ കണ്ണുനീരപ്പാൻ അവർക്ക് സ്കൂളിലേക്ക് പോകാൻ ആശയുണ്ട്, അവർക്ക് ദീൻ പഠിക്കാൻ ആശയുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ ആളില്ലാതെ ആ പാവപ്പെട്ട വിദ്യാർത്ഥി ആ പണക്കാരന്റെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ അവരെ ചവിട്ടും അടിയും കൊണ്ടുകൊണ്ട് ഈയിടെ ഒരു വിദ്യാർത്ഥി പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുന്ന വീട്ടുകാരൻ എന്റെ നെഞ്ചത്ത് ചവിട്ടി എന്ന് പറയുമ്പോൾ ആരാണെന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു യതീമായ കുട്ടിയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധ മദീന മുനവ്വറയിലെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖൽബ് ആ സമയത്ത് പൊട്ടിക്കരയിലെ സംശയം നമുക്കുണ്ടോ? ഒരു യതീമായ കുട്ടിയുടെ നെഞ്ചത്ത് ചവിട്ടി നീ പണിയേൽക്കാത്തതുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടി മരിക്കുന്ന ഒരവസ്ഥ ഈ ലോകത്തുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട നേതാക്കളെ, ആ യതീമായ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് 10-11 വയസ്സുള്ള കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉമ്മ ഞാൻ അവിടത്തേക്ക് ജോലിക്ക് പോയില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിന്റെ പൊട്ടിക്കരച്ചിൽ കണ്ട ഉമ്മ, ഭർത്താവ് മരിച്ചുപോയ വിധവയായ ഉമ്മ ആ കുട്ടിയെ മുഖം വെച്ച് പൊട്ടിക്കരയുന്നു. ഈ കരച്ചിൽ കാണാൻ, ഈ സങ്കടം തരാൻ ആരിവിടെയുണ്ട്? മദീനയിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് അത് കണ്ടുകൊണ്ട് കരയുന്നു. ഹബീബ് കരയുമ്പോൾ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു, ആ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിന് അത് വിഷമമല്ലേ? റബ്ബിന്റെ ദേശത്തിന്, റബ്ബിന്റെ കടുപ്പത്തിന് ഈ ലോകത്തുള്ള ജനങ്ങൾ അർഹരാകുന്നു. അൽമദീന എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതിനെ പാലിക്കുന്നവരുടെ ഓരോ പണത്തിന്റെ തുണ്ടുകളും ഈ നേതാക്കളെ നിങ്ങളെ സഹകരണം കൊണ്ട് ഇവിടെ നിന്ന് നടക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചോളും. ഈ പാവപ്പെട്ട അനാഥകളെയും അഗതികളെയും മക്കളെ നിങ്ങൾ എവിടെയും പോയി കക്കൂസ് കഴുകാൻ നിൽക്കണ്ട, നിങ്ങൾ ഹോട്ടലിൽ ജോലിക്ക് നിൽക്കണ്ട, നിങ്ങൾക്ക് നല്ല വസ്ത്രം തന്ന് നല്ല പാന്റും കോട്ടും നല്ല ഷൂവും ടൈയും തന്നുകൊണ്ട് നല്ല വിലക്ക് ഏറ്റവും വലിയ മുതലാളിന്റെ മക്കള് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും മറ്റ് സ്കൂളുകളിലും പോകുന്നത് പോലെ തന്നെ വളരെ ആവേശത്തോടുകൂടി മക്കളെ നിങ്ങൾക്ക് ഉമ്മ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് വാപ്പ ഇവിടെയുണ്ട്, എല്ലാ സംരക്ഷണം അൽമദീനയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് ഏറ്റെടുത്തുകൊണ്ട് ഈ വേദിയിൽ കാണാം പാവപ്പെട്ട ചെറിയ മക്കള് 10, 11, 12, 4, 5 വയസ്സുള്ള ഈ പാവപ്പെട്ട കുട്ടികളുടെ മുഖം അൽഹംദുലില്ലാഹ് നിങ്ങളുടെ സഹായങ്ങൾ സഹകരണങ്ങൾ ഏത് സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കണം. മറ്റൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു,
200ഓളം പാവപ്പെട്ട അനാഥകളും അഗതികളുമായ 200ഓളം പെൺകുട്ടികൾക്കുള്ള വിവാഹം അൽ-മദീന നേതൃത്വം നൽകി നടത്തിയെന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു പ്രവർത്തനമല്ലേ? 18, 25, 30 വയസ്സായ പെൺകുട്ടികൾ അവരെ വീട്ടിന്റെ അകത്ത് ഞങ്ങളെ ഒരു പുതിയാപ്പുളന്റെ ഒരു പുതുമാരന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് ആരുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികള് 25, 30 വയസ്സായ പെൺകുട്ടികള് അവരുടെ അനുജത്തിന്റെ പ്രായമുള്ള പെൺകുട്ടികള് തൊട്ടടുത്ത വീടുകളിൽ ആളുകൾ കഴിവുള്ളവർ അവരെ മക്കളെ വിവാഹം കഴിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് 28, 30 വയസ്സുള്ള പെൺകുട്ടികൾ അവരെ വീട്ടിന്റെ അകത്ത് പാതിരാ സമയത്ത് അവരെ മുഖം പായിൽ അമർത്തി വെച്ചുകൊണ്ട് പൊട്ടി കരയുന്നു. ആ പെൺകുട്ടികളെ കണ്ണുനീർ ഈ ഭൂമിയിൽ ഒലിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് അന്വേഷിക്കാൻ അൽ-മദീന അൽഹംദുലില്ലാഹ് അത് ഇറങ്ങിച്ചിരുന്നുകൊണ്ട് 200ഓളം വിദ്യാർത്ഥികളെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഇത്രയും പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കുടിച്ചു കൊടുക്കാൻ അവരുടെ ആ സന്തോഷ ജീവിതത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു പാവപ്പെട്ട കുട്ടിയെ തന്നെ കെട്ടിച്ചു കൊടുത്ത് ആ പാവപ്പെട്ട പെൺകുട്ടി തന്റെ പുതിയ ആഭരണ കൂടെ സന്തോഷിക്കുമ്പോൾ ആ പെൺകുട്ടി പടച്ചറപ്പിനോട് ആരും അറിയാതെ കരഞ്ഞുകൊണ്ട് ദ്വാരക്കുന്നു. എത്ര കാലമായി എനിക്ക് പ്രായപൂർത്തിയായി ഞാൻ എന്റെ വീട്ടിനകത്ത് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ കണ്ടറിഞ്ഞുകൊണ്ട് അൽ-മദീന എന്ന് പറയുന്ന സ്ഥാപനം അതിന്റെ പ്രിയപ്പെട്ട എന്റെ ജ്യേഷ്ഠാനുജന്മാർ എന്റെ കുടുംബങ്ങൾ അവരെ ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ ആഭരണന്റെ കയ്യിൽ എന്നെ കൂട്ടിത്തന്നല്ലോ. എന്നാൽ ഇതിന്റെ പകരമായി ഞങ്ങളെ സഹകരിച്ച അൽ-മദീനക്കാരെ മുഴുവൻ നിന്റെ സ്വർഗത്തിൽ നീ അവർക്ക് ഇതുപോലത്തെ ആ വിവാഹ സന്തോഷം നീ കൊടുക്കണമെന്ന് ആ പാവപ്പെട്ട പെൺകുട്ടി റബ്ബിനോട് ആരും അറിയാത്ത സമയത്ത് ദ്വാരന്നാൽ എന്റെ അൽ-മദീനന്റെ സഹകാരികളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എവിടെ നിന്നും സമ്മാനിക്കാൻ കഴിയാത്ത ഒരു വിശേഷപ്പെട്ട പ്രാർത്ഥനയായിരിക്കും എന്നും കൂടി സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബാണല്ലോ സ്വർഗം തുറക്കുന്നത്. സ്വർഗത്തിന്റെ താക്കോൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി ഇതാ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വാതിൽക്കലടുക്കൽ ഒരു മലക്കിനെ അല്ലാഹു താക്കോൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഞാനാണ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചുകൊണ്ട് ആ സ്വർഗം തുറക്കുന്നത് ഞാനാണ്. അർഹമായ റബ്ബ് ആ പവിത്രമായ സ്വർഗം സൃഷ്ടിച്ച് സർവ നിഅമത്തുകളെ അതിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ആ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് അർഹമുറാഹിമായ അല്ലാഹുവല്ല, ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലാണ്. അല്ലാഹു തആല താക്കോൽ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്കിന്റെ കയ്യിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കോൽ കൊടുത്തുകൊണ്ട് ആ സ്വർഗം തുറക്കാൻ പോകുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ഉമ്മ ഒരു പെണ്ണുങ്ങൾ വന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, നബിയേ, ഞാനാണ് സ്വർഗം തുറക്കേണ്ടത്, ഞാനാണ് സ്വർഗത്തിൽ ആദ്യമായി കടക്കേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അല്ല എന്താണ് നീ ആദ്യം സ്വർഗത്തിൽ കടക്കാൻ കാരണം എന്താണ് നിനക്ക് അങ്ങനെ അവകാശം തരാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചുരുക്കട്ടെ ആ ഉമ്മ ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ യൗവനകാലത്ത് എനിക്ക് നല്ല യൗവനമുള്ള ബാല്യപ്രായമുള്ള കാലത്ത് സമയത്ത് തന്നെ എന്റെ ഭർത്താവ് മരണപ്പെട്ടുപോയി. എനിക്ക് ജീവുകളായ ചെറിയ കുട്ടികൾ ഉണ്ടായി. ആ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ആ കുട്ടികളെ പോറ്റാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് എനിക്കെത്രയോ നല്ല ഭർത്താക്കന്മാർ പുതിയ ആപ്പിളമാർ എനിക്ക് പെൺകിട്ട് തുറന്നു കൊണ്ടുവന്നു. പക്ഷേ ഞാനൊരു പുതിയ ആപ്പിളന്റെ കൂടെ സുഖിക്കുമ്പോൾ എന്റെ പാവപ്പെട്ട ജീവക്കൾ അവരെ സംരക്ഷിക്കാൻ ആളില്ലാതെ വന്നു പോകുമോ എന്ന് ഭയന്നുകൊണ്ട് നബിയേ ഒരു വിവാഹവും ഞാൻ സ്വീകരിച്ചില്ല, ഒരു പെൺകെട്ടും ഞാൻ സ്വീകരിച്ചില്ല. എന്റെ യൗവനപ്രായം മുഴുവനും ആ യതീമുകളായ കുട്ടികൾക്കുള്ള സംരക്ഷണത്തിനായി ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് നബിയേ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഉമ്മ പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് ആ ഉമ്മയുടെ ആ വാക്കുകളുടെ ഹബീബായ റസൂലുള്ളാഹി സങ്കടപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, എന്തൊരു അനാഥ സംരക്ഷണമാണ്, ഒരു യതീമിന്റെ സംരക്ഷണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വന്തം ഉമ്മ ഏറ്റെടുത്ത ഈ അത്ഭുതമായ സംഭവം ഹബീബായ റസൂലുള്ളാഹി ആശ്ചര്യപ്പെടുത്തിയില്ലേ? ആ ഉമ്മാനെ അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗത്തിൽ കടക്കാൻ അനുവാദം കൊടുക്കുന്നില്ലേ? ഉമ്മയും വാപ്പയും മരിച്ചുപോയ പാവപ്പെട്ട തീമക്കള് അവർ പായിൽ തന്നെ രാത്രി മൂത്രയിക്കുന്നുണ്ടാകും. ആ മൂത്രയിച്ച പായ കഴുകേണ്ടത്, അവരെ പിരിപ്പ് കഴുകേണ്ടത് അൽമദീന സ്ഥാപനമല്ലേ? അവരെ ഉമ്മയുടെ സ്ഥാനത്ത്, അവരെ വാപ്പയുടെ സ്ഥാനത്ത് ഈ അൽമദീന സ്ഥാപനം നിൽക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി അൽമദീനന്റെ സഹായികളെ, അൽമദീനെ സ്നേഹിക്കുന്നവരെ, നിങ്ങൾക്ക് ആ ഉമ്മ പറയുമ്പോൾ പറയാം, റബ്ബേ, ഞങ്ങളെ വീട്ടിൽ കഷ്ടമുണ്ടായിരുന്നു, എനിക്കിരിക്കാൻ വീടില്ലായിരുന്നു, എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. ഓ റബ്ബേ, ആ സമയത്ത് യാ റസൂലല്ലാഹ്, അൽമദീനന്റെ കുട്ടികൾ പട്ടിണിയായി പോകണ്ട, അവർക്ക് യൂണിഫോം ഇല്ലാതെയായി പോകണ്ട, അവരെ ചെലവിന് തടസ്സം വന്നു പോകണ്ട എന്ന് മനസ്സിലാക്കി മാസാന്തം ഓരോ മാസത്തിലും 7.5 ലക്ഷം ഉറുപ്പിക അൽമദീനക്ക് ചെലവ് വരുമ്പോൾ, റബ്ബേ, ഞങ്ങളെ കുടുംബത്തിന്റെ ബാധ്യതകളെ ഞങ്ങൾ നിറവേറ്റുന്നതിന്റെ ഇടയ്ക്ക് തന്നെ അൽമദീന സ്ഥാപനം നടക്കാനുള്ള 7.5 ലക്ഷം ഉറുപ്പിക മാസാന്ത ചെലവിന് വേണ്ടി റബ്ബേ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലാഹ്, ഞങ്ങളെ കയ്യിൽ സൽക്രമങ്ങളൊന്നും പറയാനില്ലെങ്കിലും ആ യതീമുകളെ സംരക്ഷിക്കാൻ, അനാഥകളെ സംരക്ഷിക്കാൻ, പാപങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് റബ്ബേ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഞങ്ങളെയും ഈ അൽമദീനെ സഹായിക്കുന്ന സർവ്വ സഹായികളെയും, ഏത് നിലക്ക് സഹായിക്കുന്ന അവരെയും ഞങ്ങളെയും നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. मदीने में ये होते हैं यहाँ पर ये नहीं होते, मदीने में ये होते. ഇത് അൽ മദീന അഗതി മന്ദിരം. പിതാവുണ്ടായിട്ടും അവരുടെ സംരക്ഷണം ലഭിക്കാത്തവരായും കടുത്ത ദാരിദ്ര്യം മൂലം യതീമുകളേക്കാൾ കഷ്ടപ്പെടുന്നവരുമായ ഒരുപറ്റം കുട്ടികളുമായി ധാരാളം പാവപ്പെട്ടവർ അൽ മദീനയുടെ വാതിൽ മുട്ടിയപ്പോൾ അവർക്ക് സാന്ത്വനമെന്നോളം ആരംഭം കുറിക്കപ്പെട്ട ഒരു മഹത് സ്ഥാപനമാണ് അൽ മദീന അഗതി മന്ദിരം. 80ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിലെ അന്തേവാസികളുടെ ഭക്ഷണ പാർപ്പിട സൗകര്യങ്ങൾക്ക് പുറമെ അവരുടെ മുഴുവൻ പഠന ചികിത്സാ ചെലവുകളും അൽ മദീന തന്നെയാണ് വഹിക്കുന്നത്. ഇത് അൽ മദീന ദഅവ കോളേജ്. പ്രവാചകരുടെ അനന്തരാവകാശികളാണല്ലോ പണ്ഡിതർ. അവരുടെ ദൗത്യം ഇസ്ലാമിക പ്രബോധനവും. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഈ യുഗത്തിൽ പ്രസ്തുത വിഷയത്തിലും ഇംഗ്ലീഷ് ഭാഷയിലും പ്രാവീണ്യം നേടിയവർ തന്നെയാവണം ഇസ്ലാമിക പണ്ഡിതർ എന്ന ലക്ഷ്യത്തോടെ യൂണിവേഴ്സിറ്റി ബിരുദം നേടിയ മതപണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ വേണ്ടി തുടക്കം കുറിച്ച ഒരു സംരംഭമാണ് അൽ മദീന ദഅവ കോളേജ്. SSLCക്ക് നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകി ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ PUC ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബാച്ചുകളിലായി 50ഓളം വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്നു. ഇവരുടെ മുഴുവൻ ചിലവുകളും അൽ മദീന തന്നെയാണ് വഹിച്ചു വരുന്നത്. നമ്മുടെ സ്ഥാപനം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനമാണ്. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ പൊരുത്തപ്പെട്ട സ്ഥാപനമായി ഈ സ്ഥാപനവും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും അല്ലാഹു പുരോഗമിപ്പിച്ച് നിലനിർത്തി തരുമാറാകട്ടെ. അതിന് കഠിനാധ്വാനം ചെയ്ത ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദിനും അബ്ബാസ് ഉസ്താദിന്റെ കൂടെ അധ്വാനിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും സഹകരിച്ചവർക്കും ഇപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നേരത്തെ സഹകരിച്ചവർക്കും പുതുതായി സഹകരിക്കുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു തആല ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ സ്വതന്ത്രമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളികൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി സ്വതന്ത്രമായ സ്ഥാപനങ്ങൾ അൽ മദീന പോലെ കർണാടകയിലും ധാരാളം ഉണ്ടാകണം. നമുക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുന്ന സ്ഥലത്ത് ഏതെങ്കിലും കമ്മിറ്റിക്കാരെയോ ഏതെങ്കിലും മുതലാളിമാരെയോ
ഏതെങ്കിലും രാഷ്ട്രീയക്കാരെയോ നോക്കിയിട്ടൊന്നും സുന്നത്ത് ജമാഅത്ത് പറയാൻ കഴിയൂല. സുന്നത്ത് ജമാഅത്ത് അല്ലാഹുവിന്റെ ദീനാണ്. അത് പണ്ഡിതന്മാർക്ക് സ്വതന്ത്രമായി പറയാനും പ്രചരിപ്പിക്കാനുമാണ് നമ്മുടെ സ്ഥാപനങ്ങൾ. ഈ അൽ-മദീനയും ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാനുള്ള സ്ഥാപനമാണ്. അത് അതേ നിലക്ക് തന്നെ നിലനിർത്തിക്കൊണ്ടുപോവുകയാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം. അതിന് അത് വെറും അബ്ബാസ് ഉസ്താദിന്റേത് അല്ല, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയുടേത് അല്ല. ഇത് അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാനും ദീനനുസരിച്ച് ജീവിക്കുന്നവരെ വളർത്തിയെടുക്കാനുമുള്ള സ്ഥാപനങ്ങളാണ്. യതീം കുട്ടികളും അഗതികളായ കുട്ടികളും അല്ലാത്ത കുട്ടികളും എല്ലാം നമ്മുടെ സ്ഥാപനത്തിൽ വിവിധ സ്ഥാപനങ്ങളിലായി പഠിക്കും. ആ പഠിക്കുന്ന മക്കൾക്ക് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയും കാലോചിതമായി ജീവിതത്തിന് ആവശ്യമായ മറ്റ് അറിവുകൾ നേടിക്കൊടുക്കുകയുമാണ് നമ്മുടെ സ്ഥാപനങ്ങൾ കൊണ്ടൊക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കി നമ്മുടെ സ്ഥാപനങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ബിസിനസ്സുകാരുണ്ട്, അകമഴിഞ്ഞ് സഹായിക്കുന്ന മുതലാളിമാരുണ്ട്. അല്ലാഹു അവർക്ക് ഹലാലായത് ധാരാളം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സ്വർഗം അല്ലാഹുവിന്റെ ദീനിന് സഹായിച്ചുകൊണ്ട് സ്വർഗം വാങ്ങാൻ അല്ലാഹു അവർക്കും നമുക്കും തൗഫീഖ് നൽകട്ടെ. എല്ലാവരും നല്ല സദഖ തരണം. അൽമദീനത്തിൽ അൽമദീന കാണാൻ നേരത്തെ കാന്തപുര സാർ പറഞ്ഞ പോലെ ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നടത്തിക്കൊണ്ടുപോകണമെങ്കിലുള്ള ബുദ്ധിമുട്ട് അത് നടത്തുന്നവർക്കേ അറിയൂ. എനിക്കറിയും സ്ഥാപനം നടത്തണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയും, അതിന്റെ പ്രയാസം എത്രയാണെന്ന് അറിയും, ഒരാളെ തലയിലുള്ള ഭാരം അത് എത്രയാണെന്ന് അറിയും. അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം, ഏറ്റവും വലിയ സഹായം ദ്വാരക്കല. എല്ലാവരും ദ്വാ ചെയ്യാം. ദീനിന്റെ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് വേണ്ടി ദ്വാ ചെയ്യാം. അല്ലാഹു തആല നമുക്കും ഈ അൽമദീനക്ക് പ്രവർത്തിക്കുന്നവർക്കും മറ്റ് ദീനിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർക്കൊക്കെ അല്ലാഹു തആല സഹായം നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ദീന് നിലനിൽക്കണമെങ്കിൽ ദീനിന്റെ അറിവ് വേണം. ഏതൊരു കാര്യവും അങ്ങനെ തന്നെയല്ല. ഇനി ദീനല്ലാത്ത കാര്യം തന്നെ പറയുന്നുണ്ടെങ്കിൽ, ഏതൊരു കാര്യവും നാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ അറിവ് നമ്മൾക്കുണ്ടാവണം, അല്ലെങ്കിൽ ആ കാര്യം ഉണ്ടാവുകയില്ല. അങ്ങനെ അല്ലാഹുവിന്റെ ദീനിനെ ഇവിടെ നിലനിർത്തൽ, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിനെ നമ്മൾ ഇറക്കിയിരിക്കുന്നു. അതിനെ കാത്തു സൂക്ഷിക്കുന്നവൻ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. मदीने में ये होते हैं यहाँ पर ये नहीं होते, मदीने में ये होते. We are all here gathered to help the Al-Madina Islamic Complex architect PM Abbas Ustad in his pious work and the good work. Al-Madina Islamic Complex, situated in a beautiful hilltop of Manjanadi village, which is just 15 kilometers away from Mangalore, the coastal city of Karnataka. The beautiful ambience, which is really tailor-made for educational purpose. Really, the name suits Al-Madina Islamic Complex. It's a hub of various institutions, which caters religious as well as the secular education for 1,600 students. Al-Madina started on 17th of March 1994 with just 11 students under the blessings of His Excellence Shaykhuna Tajul Ulama Sayyid Rahman al-Bukhari Ullal, and under the guidance of Sifi Muhammad Kunj Musliar, popularly known as Manjanadi Ustad, under the leadership of Shaykhuna Abbas Ustad. Now, the Al-Madina is accommodating 1,600 students
and teaching them the religious education as well as secular education. ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ലോകഭാഷയായി ഇംഗ്ലീഷ് ഉയർത്തപ്പെടുകയും വിജ്ഞാന തൊഴിൽ മേഖലകളൊക്കെ ഇംഗ്ലീഷ് വൽക്കരിക്കപ്പെടുകയും ചെയ്ത ഈ യുഗത്തിൽ ഭാവിയിൽ നമ്മുടെ മക്കൾ സമൂഹത്തിൽ പിന്തള്ളപ്പെട്ടു പോകരുത് എന്ന ലക്ഷ്യത്തോടെ തുടക്കം കുറിക്കപ്പെട്ട ഈ സ്ഥാപനത്തിൽ LKG മുതൽ 1500-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും മദ്രസ പഠന സൗകര്യം ഉണ്ടെന്നതും പെൺകുട്ടികൾക്ക് പ്രത്യേക നിസ്കാര ഹാൾ സജ്ജീകരിച്ചതും ആൺകുട്ടികളെ ഉസ്താദുമാരുടെ മേൽനോട്ടത്തിൽ പള്ളിയിൽ നിന്നും നിസ്കാരം പരിശീലിപ്പിക്കുന്നതും ഇവിടെയുള്ള പ്രത്യേകതയാണ്. ഇത് കന്നഡ മീഡിയം ഹൈസ്കൂൾ. അൽ മദീന ഹൈസ്കൂളിൽ അന്തേവാസികൾക്ക് പുറമെ സമീപ പ്രദേശങ്ങളിലുള്ള ധാരാളം വിദ്യാർത്ഥിനികൾ വിജ്ഞാനം നുകരാൻ എത്തുന്നു. അൽ മദീന യതീംഖാന 994 ആരംഭിക്കുമ്പോൾ 11 യതീം കുട്ടികളായിരുന്നു ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. ഈ കാലയളവിലായി 1000-ഓളം യതീം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് വളർന്ന് വിവിധ രാജ്യങ്ങളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു, വിവിധ മഹല്ലുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അൽ മദീന അഗതി മന്ദിരത്തിലായി 70ഓളം വിദ്യാർത്ഥികൾ പഠിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ മെഡിക്കൽ, അവരുടെ മദ്രസ, അവരുടെ ദൈനംദിന ചിലവുകൾ മുഴുവനും സ്ഥാപനം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽ മദീന ദഅവ കോളേജ് മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയം എന്നതാണ് ദഅവ കോളേജ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം. SSLC വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഏറ്റവും ഉന്നതമായ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയാണ് ആ സ്ഥാപനത്തിലേക്ക് സെലക്ട് ചെയ്യുന്നത്. 3 വർഷത്തോളമായി ആരംഭിച്ച സംരംഭത്തിൽ ഇപ്പോൾ 3 ബാച്ചുകളാണുള്ളത്. ഫസ്റ്റ് ബാച്ച് കൊമേഴ്സ് വിഭാഗം, രണ്ടാമത്തെ ബാച്ച് ആർട്സ് വിഭാഗം, 3-ാം ബാച്ച് BA ഡിഗ്രി വിഭാഗം. ഇവരാണ് ഇപ്പോൾ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ 70ഓളം വിദ്യാർത്ഥികൾ അൽ മദീന ദഅവ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അൽ മദീന ജീലാനി മസ്ജിദ് അൽ മദീന ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന 3 നിലകളിലുള്ള ബഹുനില പദ്ധതിയാണ് അൽ മദീന ജീലാനി മസ്ജിദ്. 1000-ഓളം വിദ്യാർത്ഥികളും അതോടൊപ്പം പരിസരങ്ങളിൽ താമസിക്കുന്ന മുസ്ലിമീങ്ങളും ജുമുഅ ജമാഅത്തിന് ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട മസ്ജിദാണ് അൽ മദീന ജീലാനി മസ്ജിദ്. മാസത്തിൽ എല്ലാ വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും സൂഫി വര്യന്മാരുടെയും നേതൃത്വത്തിലുള്ള ദിക്ർ സ്വലാത്ത് മജ്ലിസ്, എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച രാത്രി യതീം കുട്ടികളുടെയും അതുപോലെ മുതഅല്ലിമീങ്ങളുടെയും സാന്നിധ്യത്തിലുള്ള പ്രാർത്ഥനാ മജ്ലിസ്, എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരാനന്തരം ഷെയ്ഖുന ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സൂറത്ത് യാസീനിന് ശേഷമുള്ള സ്വലാത്ത് നാരിയക്ക് ശേഷമുള്ള ദുആ മജ്ലിസ്, എല്ലാ ദിവസവും ഈ സ്ഥാപനം ആരംഭിക്കുന്നത് തന്നെ സുപ്രഭാതത്തിന് സുബ്ഹി നമസ്കാരത്തിന് ശേഷമുള്ള വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാ മജ്ലിസിന് ശേഷമാണ് അൽ മദീനയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ. എത്രയോ രാജ്യങ്ങളിൽ നിന്നുള്ള, വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിന്റെ പ്രാന്ത പ്രദേശങ്ങളിലുമുള്ള എത്രയോ ആളുകൾ പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദുആ ചെയ്യുവാൻ വേണ്ടി എല്ലാ ദിവസവും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അൽ മദീന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 2011 SSLC ആദ്യ ബാച്ച്, അൽ മദീന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇപ്പോൾ ഏകദേശം 1200ഓളം വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്നു. ഏകദേശം 24ഓളം ടീച്ചേഴ്സ്, പ്രഗത്ഭനായ പ്രിൻസിപ്പൽ, ബഹുമാന്യരായ സാദുക്കുഞ്ഞി മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് സമിതി, and all the friends gathered here and my beloved students, we are fortunate enough to get the assurance of a great donor from Dubai, Sheikh Hassan Abdullah Abdul Aziz. അതാണ് അൽ മദീന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അൽ മദീന ഹൈസ്കൂൾ പ്രധാനമായും ഇത് ആരംഭിച്ചത് ഈ സ്ഥാപനത്തിലെ ഹോസ്റ്റൽ വിദ്യാർത്ഥികളായ യതീം കുട്ടികൾക്കും മിസ്കീൻ കുട്ടികൾക്കും
ക്യാമ്പസിന് പുറത്തുള്ള സ്കൂളിനെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ന് ആ സ്ഥാപനത്തിൽ ഏകദേശം 300ഓളം വിദ്യാർത്ഥികൾ ഹൈസ്കൂളിൽ മാത്രം പഠിച്ചു വരുന്നു. അൽഹംദുലില്ലാ, ഈ കഴിഞ്ഞ വർഷം 97% SSLC ബാച്ചിന് വിജയം വരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളിൽ അടിയുറച്ചുകൊണ്ട് പുത്തൻ പ്രസ്ഥാനക്കാർ ഇസ്ലാമിക കുടുംബങ്ങളിൽ ശൈഥില്യം സൃഷ്ടിക്കുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി മുസ്ലിം കുടുംബിനികൾക്ക് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിച്ചു വളരാൻ വേണ്ടി തുടങ്ങിയ സ്ഥാപനമാണ് അൽ മദീന വിമൻസ് കോളേജ്. അതിൽ പരിപൂർണമായും മുസ്ലിം പെൺകുട്ടികളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ആദർശത്തിന് ബദ്ധമായി ബുർഖ ധരിച്ചുകൊണ്ട് നിസ്കാര സമയത്ത് ജമാഅത്തായി നിസ്കരിക്കുന്ന ചുറ്റുപാടിൽ സ്ത്രീകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അൽ മദീന വിമൻസ് കോളേജ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം സ്ഥാപനം നിർവഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംരംഭമാണ് ജീവകാരുണ്യ പ്രവർത്തനം. അതിൽ സുപ്രധാനമായി 2000 ആണ്ട് മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്തു വരുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് അൽ മദീന സാമൂഹിക വിവാഹം. അൽ മദീന സാമൂഹിക വിവാഹത്തിൽ കൂടി ദക്ഷിണ കന്നഡ ജില്ലയിലും കൊടക് ജില്ലയിലുമായി ഇപ്പോൾ ഏകദേശം 200ഓളം നിർധനരായ മുസ്ലിം യുവതികൾ ഇതിന്റെ തണലിലായി സുമംഗലികളായി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ നീണ്ട 5 വർഷങ്ങളിലായി ബഹുമാന്യരായ SK ടിമ്പർ അബ്ദുൽ ഖാദർ ഹാജി സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നത്. കൊല്ലായി ഉസ്താദിന്റെ അകത്ത് ഒരു 8-9 കൊല്ലം എൻ്റെ ഈ ചെറിയ വയസ്സിൽ ഉസ്താദിന്റെ അകത്ത് ഉസ്താദ് എന്ത് ചൊല്ലി അതിലേക്ക് അൽമദീനക്ക് വേണ്ടിയിട്ട് നമ്മൾ സർവ്വപ്രയത്നം എല്ലാ ഇതും ആയിക്കൊണ്ട് പിന്നെ ഒരു 5 കൊല്ലമായി ഉസ്താദിന്റെ മാരേജ് കമ്മിറ്റി ചെയർമാൻ ആക്കിയിട്ട് അതിന് ചന്തത്തിൽ എനക്ക് തീർന്ന നിലക്ക് ഉസ്താദിന്റെ അകത്ത് എങ്ങനെ ഉസ്താദ് ചൊല്ലി ആ രൂപത്തിൽ ഞമ്മനെ കഴിച്ചുകൊണ്ടുവന്ന് ഇതിന് മുന്നക്കും പഠിച്ചുമെത്തിച്ചെങ്കിൽ ഇതേപോലെ കൂടുവാനും ഉസ്താദിന്റെ അകത്തെ ഞങ്ങൾക്ക് എന്തെല്ലാം സഹായിക്കാൻ തീർന്നു അതെല്ലാം സഹായം കൊടുക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യും മാത്രം. 1983 ഞാൻ മഞ്ഞനാടി ദർസിൽ പഠിക്കുന്ന സമയത്തിൽ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. കാരണം ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ഈ സമൂഹത്തിൽ നിന്ന് ഒരു നേരത്തിന്റെ ഭക്ഷണത്തിന് ഗതിയില്ലാത്തവരെ സംബന്ധിച്ച് എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഉടുവസ്ത്രമില്ലാത്തവരെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ആ 1983 ദർസിൽ പഠിച്ചുകൊണ്ടിരുന്ന മുതഅല്ലിമായ എന്റെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് അവர்கள் അങ്ങനെ ആ ശഅബാൻ മാസം എത്തിയപ്പോൾ നമുക്കൊക്കെ ലീവ് നൽകി. ആ ലീവ് നൽകിയ സമയത്തിൽ എന്റെ കയ്യിൽ ഒരു പൊതി തന്നു, ഒരു കെട്ട് തന്നു. ഇത് പോയി കൊണ്ട് നിങ്ങൾ ആ മുഹമ്മദാക്കട്ടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ 28 വർഷങ്ങൾക്ക് മുമ്പ് ആ പാവപ്പെട്ട ഒരു ഉജിരിയിൽ നിന്ന് മുഹമ്മദാക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് ആ കോട്ടൺ ഷർട്ട് അല്ലാതെ കണ്ട്, അഥവാ ഒരു പഴയ ഉണ്ടല്ലാതെ കണ്ട്, ഉടുക്കാൻ ഒന്നും ഒരു തുണിക്ക് മറുതുണിയില്ലാത്ത ആ മുഹമ്മദാക്കന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി എന്റെ അടുത്ത് ഒരു കെട്ട് തന്നു. അങ്ങനെ ഞാൻ എന്റെ ബാഗിൽ വെച്ചും കൊണ്ട് എന്റെ സ്വന്തം നാട്ടിലെത്തിയും കൊണ്ട് ഞാൻ ആ കെട്ട് തുറന്നു നോക്കുമ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, അദ്ദേഹത്തിനുള്ള ഒരു കുപ്പായവും അദ്ദേഹത്തിനുള്ള ഒരു തുണിയുമായിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞും കൊണ്ട് 2 കിലോമീറ്റർ നടന്നും കൊണ്ട് ആ മുഹമ്മദാക്കന്റെ വീട്ടിലെത്തുകയും ആ മുഹമ്മദാക്കോ ആ ചിരട്ട കൊണ്ട് ആ കയ്യിലുണ്ടാക്കി കൊടുക്കുന്ന പണിയായിരുന്നു. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് മുഹമ്മദാക്ക കീറിയ പണിയേറിയിട്ടും കൊണ്ട് ചിരട്ട ഇങ്ങനെ ചിരണ്ടിക്കൊണ്ട് ആ കയ്യിലേക്ക് ഒരു കോലും കുത്തിക്കൊണ്ട് ഇങ്ങനെ ഈ ചിരട്ട ഉണ്ടാക്കി വിൽക്കുന്ന ആ മുഹമ്മദാക്കാനെ ഓർത്തും കൊണ്ട് 1983 എന്റെ കയ്യിൽ ഏൽപ്പിച്ചതായിരിക്കുന്ന ആ കുപ്പായം ആ ശഅബാൻ മാസത്തിൽ കൊടുത്തപ്പോൾ
അദ്ദേഹം അവിടുന്ന് അതാ വളരെ സന്തോഷത്തോടുകൂടി തുറന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, എനിക്ക് നോമ്പിന് നമസ്കരിക്കാനും എനിക്ക് പെരുന്നാളും കൂടി ആയല്ലേ എന്ന് ആ മുഹമ്മദാക്ക പറയുകയും, അങ്ങനെ നോമ്പും കഴിഞ്ഞ് പെരുന്നാളിലേക്ക് ഞാൻ ആ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് എത്തിയപ്പോൾ ബഹുമാനമുള്ള സഹോദരന്മാരെ നാം മനസ്സിലാക്കണം, ആ കയ്യിൽ ചരണ്ടുന്ന ആ മുഹമ്മദാക്ക ഇതേ ശൈഖുന അബ്ബാസ് ഉസ്താദിന്റെ ആ കുപ്പായവും ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ ആ കൊടുത്തതായിരിക്കുന്ന തുണിമുണ്ട് ഉടുത്തും കൊണ്ട് ആ പെരുന്നാൾ സദസ്സിലേക്ക് വരുന്ന കാഴ്ച കണ്ട അനുഭവമാണ് സഹോദരന്മാരെ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ തൗഫീഖ് കൊണ്ട് അന്ത്യപ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജാഹ് ബർക്കത്ത് കൊണ്ടും ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളം തങ്ങളവർക്കുള്ള ഉസ്താദ് അവർക്കുള്ള നേതൃത്വത്തിൽ അവരെ കൈകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട ശൈഖുന അബ്ബാസ് ഉസ്താദ് അവർക്കുള്ള വലിയ ഒരു നേതൃത്വവും ഈ സ്ഥാപനത്തിന് കൊടുത്ത് രാത്രി ഊണും ഉറക്കും ഒന്നുമില്ലാതെ ഓടലും ചാടലുമായി കൊണ്ട് ഇഖ്ലാസോടുകൂടി തുടങ്ങിയ ഈ സ്ഥാപനം റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് 40 കൊല്ലം ചെയ്യുന്ന പണികൾ മുഴുവനും വെറും 16 കൊല്ലം കൊണ്ട് തീർത്ത് അൽഹംദുലില്ലാ ഇന്ന് കർണാടകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം ആരും തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ കാരണം മശായിഖിമാർക്കുള്ള നേതൃത്വവും ഔലിയാക്കന്മാർക്കുള്ള കറാമത്തുകളെ കൊണ്ടും ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് അവർക്കുള്ള ഇഖ്ലാസോടുകൂടെ നിയത്തോടുകൂടി ഉണ്ടായ ഈ ഒരൊറ്റ ഉഖ്റവിയായ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് ഇത് വളർന്നത്. ഗൾഫിലുള്ള മറ്റുള്ള രാജ്യങ്ങളിലെ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായും കൊണ്ട് ഉസ്താദിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഉസ്താദിലേക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്യുകയും ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കലും നമ്മളുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് എല്ലാവരും എല്ലാം മറന്നുകൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് വേണ്ടി പ്രയത്നപ്പെടണം. ഇത് അൽ മദീന വിമൻസ് കോളേജ്. 2010 ആരംഭിച്ച പുതിയ സ്ഥാപനമാണ് അൽ മദീന വിമൻസ് കോളേജ്. കർണാടകയിൽ വിദ്യാഭ്യാസപരമായി വളരെ മുന്നിൽ നിൽക്കുന്ന പ്രദേശമാണ് മംഗലാപുരം. അതിനാൽ തന്നെ ധാരാളം മുസ്ലിം പെൺകുട്ടികളും ഉപരിപഠനത്തിന് താൽപ്പര്യം കാണിക്കുന്ന കാഴ്ചയും എങ്ങും കാണാം. ഇവിടങ്ങളിലെ റെഗുലർ കോളേജുകളിലെ മോഡൽ വിമൻസിന്റെ മോഡേൺ വസ്ത്രധാരണ രീതിയും മറ്റും കാണുമ്പോൾ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ പെൺമക്കളെ അങ്ങോട്ട് പറഞ്ഞയക്കാനും പേടി. ഇതിന് പരിഹാരമായാണ് തീർത്തും ഇസ്ലാമിക ചിട്ടയിൽ വേഷവിധാനവും നിസ്കരിക്കാനുള്ള ഹാളും സജ്ജീകരിച്ചതിനു പുറമെ പവിത്ര ഖുർആൻ, ഹദീസ്, ഫിഖ് എന്നീ ദർസ് വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള PUC കോമേഴ്സ് കോഴ്സ് പഠിക്കുന്ന ഒരു വിമൻസ് കോളേജിന് തുടക്കം കുറിച്ചത്. വളരെ നല്ല പ്രതികരണമാണ് പൊതുസമൂഹത്തിൽ ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ്താദ് വന്ന് ആദ്യം ഒരു യത്തീംഖാന സ്ഥാപനമാക്കുമെന്ന് പറഞ്ഞല്ല, നാട്ടുകാരും അതേപോലെ അയാൾക്ക് വിദേശത്തിലുള്ള നമ്മളെ ഈ ഊരിൽ പോയിട്ട് വിദേശത്തുള്ള എല്ലാ നമ്മുടെ സഹോദരന്മാരെ സഹായിക്കുന്നത് കൊണ്ട് ഇന്ന് ഭയങ്കര വലിയൊരു കേന്ദ്രമായിട്ടിത് ആയിനി. ഇനി ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಕರ್ನಾಟಕ ಬ್ಯಾರಿ ಸಾಹಿತ್ಯ ಅಕಾಡೆಮಿ ಅಧ್ಯಕ್ಷರ ನೆಲೆಯಲ್ಲಿ ಹಾಗೂ ಜಿಲ್ಲೆಯ ಒಬ್ಬ ಹಿರಿಯ ನ್ಯಾಯವಾದಿಯಾಗಿ ನನ್ನನ್ನು ಪರಿಚಯಿಸಿಕೊಳ್ಳಕ್ಕೆ ನಾನು ತುಂಬಾ ಸಂತೋಷ ಪಡ್ತೇನೆ. ಜೀವನದಲ್ಲಿ ಕನಸು ಕಾಣುವವರು ಬಹಳಷ್ಟು ಜನ ಇದ್ದಾರೆ. ಆದರೆ ತಾವು ಕಂಡಂತ ಕನಸುಗಳನ್ನು ನನಸು ಮಾಡಿದವರು ಬಹಳ ವಿರಳ. ಈ ನಿಟ್ಟಿನಲ್ಲಿ ಎಲ್ಲರ ಪ್ರೀತಿಗೆ ಪಾತ್ರರಾದ ವಿದ್ವಾಂಸ PM ಅಬ್ಬಾಸ್ ಮುಸ್ಲಿಯಾರ್ ಅವರು ತೀರಾ ಹಿಂದುಳಿದ ಪ್ರದೇಶವಾದಂತಹ ನರಿಂಗಾನದಲ್ಲಿ 1994ನೇ ಇಸ್ವಿಯಲ್ಲಿ ಯತೀಮ್ ಮಕ್ಕಳ ಜಗತ್ತಿನ ಒಡೆಯನಾದ ಅಲ್ಲಾಹಿನ ತೃಪ್ತಿಗೋಸ್ಕರ ಒಂದು ಸಣ್ಣ ಸಂಸ್ಥೆಯನ್ನ ಸ್ಥಾಪಿಸಿದರು. ತದನಂತರ ಪ್ರತಿ ವರ್ಷ ಅದು ಬೆಳೆಯುತ್ತಾ ಇಂದಿನ ಮುಸ್ಲಿಂ ಸಮುದಾಯಕ್ಕೆ ಅತ್ಯವಶ್ಯವಾಗಿರತಕ್ಕಂತಹ ಧಾರ್ಮಿಕ ಮತ್ತು ಲೌಕಿಕ ಜ್ಞಾನ ಕೊಡುವಂತಹ ದೊಡ್ಡ ಜ್ಞಾನ ಕೇಂದ್ರವಾಗಿ ಬೆಳೆದು ಬಂದಿದೆ ಅಂತ ಹೇಳೋದಕ್ಕೆ ನನಗೆ ಬಹಳ ಹೆಮ್ಮೆ ಅನಿಸಿತು. ಧಾರ್ಮಿಕ ಮತ್ತು ಭೌತಿಕ ಶಿಕ್ಷಣವನ್ನು ಅತ್ಯಂತ ಅಚ್ಚುಕಟ್ಟಾಗಿ ಒಂದೇ ನೆಲೆಯಲ್ಲಿ ಕೊಂಡು ಹೋಗುವಂತಹ ಒಂದು ವೈಶಿಷ್ಟ್ಯಪೂರ್ಣವಾದ ಒಂದು ಪ್ರಯೋಗಶಾಲೆ ಎನ್ನಬಹುದು ನಮ್ಮ ಅಲ್ ಮದೀನಾ ಶಿಕ್ಷಣ ಸಂಸ್ಥೆಯನ್ನು. ಅದರಲ್ಲೂ ಕೂಡ
ರಾಜ್ಯದ ಪ್ರಮುಖ ವಿದ್ವಾಂಸರ ಸಾರಥ್ಯ ಈ ಸಂಸ್ಥೆಗಿದೆ. ಒಳ್ಳೆಯ ಪೌರ ಪ್ರಮುಖರ ನಾಯಕತ್ವವು ಕೂಡ ಈ ಸಂಸ್ಥೆಗಿದೆ. ಇಲ್ಲಿನ ಕ್ಯಾಂಪಸ್ ನಾವು ನೋಡಬೇಕಾದರೆ ಬಡ ಮಕ್ಕಳು, ಅನಾಥ ಮಕ್ಕಳು, ನಿರ್ಗತಿಕ ಮಕ್ಕಳು, ಜೊತೆಗೆ ಶ್ರೀಮಂತರ ಮಕ್ಕಳು ಕೂಡ ಸೇರಿಕೊಂಡು ಸಮಾನತೆಯನ್ನು, ಸಮತ್ವವನ್ನು ಕಾಪಾಡಿಕೊಂಡು ಎಲ್ಲರೂ ಒಂದೇ ಸೂರಿನಲ್ಲಿ ಧಾರ್ಮಿಕ ಮತ್ತು ಭೌತಿಕ ಶಿಕ್ಷಣವನ್ನು ಪಡೆಯುತ್ತಿರುವ ಒಂದು ನಯನ ಮನೋಹರವಾದ ದೃಶ್ಯವನ್ನು ಕಾಣಬಹುದು. ಇದು ನಮ್ಮೆಲ್ಲರ ಅಥವಾ ಜನಸಾಮಾನ್ಯರ ಸಂಸ್ಥೆಯಾಗಿ ಬೆಳೆಯುತ್ತಿದೆ. ಇದರ ಪಾಲುಗಾರಿಕೆ ಅಥವಾ ಇದರ ನಾಯಕತ್ವ ಇಲ್ಲಿರುವ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಕೂಡ ಇದೆ ಅನ್ನಬಹುದು. ಸಮಸ್ತ ಕನ್ನಡಿಗ ಮುಸಲ್ಮಾನರ ಆಸ್ತಿಯಾಗಿ, ಸಂಪತ್ತಾಗಿ, ಒಂದು ಸಂಸ್ಥೆಯಾಗಿ, ಒಂದು ಹೆಮ್ಮೆಯ ಸಂಸ್ಥೆಯಾಗಿ ಬೆಳೆಯುತ್ತಿದೆ. ನಾವು ಈ ಸಂಸ್ಥೆಯಲ್ಲಿ ಹಲವು ವರ್ಷಗಳಿಂದ ನಾವು ನೋಡ್ತಾ ಇದ್ದೇವೆ, ದುಡಿತಾ ಇದ್ದೇವೆ. ಇದರ ಪ್ರತಿಯೊಂದು ಕಾರ್ಯಕ್ರಮಗಳು ಕೂಡ ಖಂಡಿತವಾಗಿ ಒಂದು ತೆರೆದ ಪುಸ್ತಕವಾಗಿದೆ. ಅಲ್ಮದೀನಾ ಕ್ಯಾಂಪಸ್ ಎನ್ನುವುದು ಕೇವಲ ಶಿಕ್ಷಣಕ್ಕೆ ಮಾತ್ರ ಸೀಮಿತವಾಗಿರದೆ ಈ ಪರಿಸರದ ಅಥವಾ ಈ ಜಿಲ್ಲೆಯ ಪ್ರತಿಯೊಬ್ಬರ ಆಧ್ಯಾತ್ಮಿಕತೆಯ ಬೆಳವಣಿಗೆಯಲ್ಲಿ ಕೂಡ ಈ ಸಂಸ್ಥೆ ಹೆಚ್ಚಿನ ಪಾತ್ರವನ್ನು ವಹಿಸುತ್ತಿದೆ. ಇದೊಂದು ಆಧ್ಯಾತ್ಮಿಕ ಕೇಂದ್ರ ಎನ್ನಬಹುದು. ಅಲ್ಮದೀನಾ ಇಸ್ಲಾಮಿಕ್ ಕಾಂಪ್ಲೆಕ್ಸ್ನ ವತಿಯಿಂದ ಶೇಖುನ ಅಬ್ಬಾಸ್ ಉಸ್ತಾದ್ ಅಲ್ಲಾಹು ಅವರಿಗೆ ದೀರ್ಘಾಯುಷ್ಯವನ್ನು ನೀಡಲಿ, ಆ ಮಹಾನುಭಾವರ ನಾಯಕತ್ವದಲ್ಲಿ ನಮ್ಮ ಈ ಸಂಸ್ಥೆ ವತಿಯಿಂದ ಸಾಮೂಹಿಕ ವಿವಾಹಗಳು ಎಂಬ ಒಂದು ಒಳ್ಳೆಯ ಕಾರ್ಯಕ್ರಮ ನಡೆಸಲ್ಪಡ್ತಾ ಇದೆ. 100 ಹೆಣ್ಣು ಮಕ್ಕಳಿಗೆ ಕಂಕಣ ಭಾಗ್ಯವು ಲಭ್ಯವಾಗಿ ಎಷ್ಟೋ ಕುಟುಂಬಗಳು ಇವತ್ತು ಅತ್ಯಂತ ಸಂತೋಷದಿಂದ ಬದುಕುವಂತಹ ವಾತಾವರಣ. ಸಂಪೂರ್ಣವಾದ ಖರ್ಚು ವೆಚ್ಚಗಳನ್ನು ಭರಿಸಿ ಅವರಿಗೆ ಚಿನ್ನ, ಅವರ ಒಡವೆಗಳನ್ನು, ಅವರಿಗೆ ಆರ್ಥಿಕವಾದ ಸಹಾಯವನ್ನು ನೀಡಿ ಎಲ್ಲವನ್ನು ಕೂಡ ಮಹಾನುಭಾವರಾದ ವಿದ್ವಾಂಸರ ನಾಯಕತ್ವದಲ್ಲಿ, ಸಾದಾತುಗಳ ಆ ಒಂದು ನೇತೃತ್ವದಲ್ಲಿ ನಡೆಸುವ ಮೂಲಕ ಸಾಮೂಹಿಕ ವಿವಾಹ ಎಂಬ ಒಂದು ಒಳ್ಳೆಯ ಸುಂದರವಾದ ಪದ್ಧತಿಗೆ ಅಲ್ಮದೀನಾ ನಾಂದಿ ಹಾಕಿದೆ. ಇವತ್ತೊಂದು ಆಂದೋಲನವಾಗಿ ಇಲ್ಲಿ ಮಾತ್ರವಲ್ಲ, ನೆರೆಯ ಕೊಡಗಿನಲ್ಲಿ ಕೂಡ ಅದನ್ನು ಪಸರಿಸಿ ಒಂದು ರಾಜ್ಯಾದ್ಯಂತ ಒಂದು ಆಂದೋಲನವಾಗಿ ಸಾಮೂಹಿಕ ವಿವಾಹವನ್ನು ನಡೆಸುವಲ್ಲಿ ಅಲ್ಮದೀನಾದ ಪಾತ್ರ ಖಂಡಿತವಾಗಿ ಹಿರಿದು ಎಂದು ಹೇಳಲು ನಾವೆಲ್ಲರೂ ಹೆಮ್ಮೆ ಪಟ್ಟುಕೊಳ್ಬೇಕಾಗಿದೆ. സാമൂഹിക വിവാഹം പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനും സമൂഹത്തിന്റെ പൊതുനന്മയ്ക്കും ഉതകുന്ന ഒത്തിരി സേവന പ്രവർത്തനങ്ങൾ അൽമദീന ക്യാമ്പസിന് വെളിയിലും നടത്തിവരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് സാമൂഹിക വിവാഹം. 2000 ആരംഭിച്ച ഈ സംരംഭം മുഖേന ദക്ഷിണ കന്നഡ, കുടക് ജില്ലകളിലായി ധാരാളം പാവപ്പെട്ട യുവതികൾ സുമംഗലികളായി. എല്ലാ വർഷവും മെയ് മാസത്തിൽ നടത്തപ്പെടുന്ന ഈ സംരംഭത്തിന്റെ വിജയത്തിനായി അബ്ബാസ് ഉസ്താദിന്റെ മേൽനോട്ടത്തിൽ കുടകിലും മഞ്ചനാടിയിലുമായി 2 പ്രത്യേക സബ് കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മാസം 7.5 ലക്ഷത്തിലേറെ ചെലവ് വരുന്ന അൽമദീനയുടെ പ്രധാന വരുമാന മാർഗം നേർച്ച തന്ന് ഫലസിദ്ധി ലഭിച്ചവരുടെ സഹായ സഹകരണങ്ങളാണ്. അൽമദീനയിലെ യതീം കുട്ടികളും മുതഅല്ലിമുകളും അല്ലാഹുവിലേക്ക് കൈയുയർത്തി ദുആയിരുന്ന കാര്യത്തിലേറെയും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഏവർക്കും ബോധ്യമായ സത്യവുമാണ്. എല്ലാ ദിവസവും സുബഹി നിസ്കാരാനന്തരം ബദരീങ്ങളുടെ പേരിൽ യാസീനോദി യതീം കുട്ടികൾ തന്നെ നേതൃത്വം നൽകുന്ന ദുആ മജ്ലിസാണ് ഇതിൽ പ്രധാനം. എല്ലാ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിലും നടത്തുന്ന സ്വലാത്ത് മജ്ലിസിനും എല്ലാ ഇംഗ്ലീഷ് മാസം ആദ്യത്തെ വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി നടത്തുന്ന ദിക്ർ ഹൽക്കയ്ക്കും ത്രൈമാസ കിലർ മൗലീദിനും പ്രമുഖ പണ്ഡിതന്മാരും സയ്യിദുമാരും നേതൃത്വം നൽകുന്നു. വളരെയേറെ കിതാബുകളുള്ള ഒരു കുത്തുബ് ഖാനയും പിന്നെ കമ്പ്യൂട്ടർ സെന്ററും അൽമദീനയുടെ കീഴിൽ ജുമാ മസ്ജിദും നിസ്കാര പള്ളികളുമാണ്. मदीने में ये होते हैं यहाँ पर ये नहीं होते मदीने में ये होते. 18 ವರ್ಷಗಳಲ್ಲಿ ಸುಮಾರು 18ರಷ್ಟು ಅಂಗ ಸಂಸ್ಥೆಗಳನ್ನು, ಶೈಕ್ಷಣಿಕ ಕೇಂದ್ರಗಳನ್ನು ಪ್ರಾರಂಭಿಸಿ ಸಮಾಜದ ಸರ್ವತೋಮುಖ ಅಭಿವೃದ್ಧಿಗಾಗಿ ಈ ಸಂಸ್ಥೆ ಪರಿಶ್ರಮ ಪಡ್ತಾ ಇದೆ. ಆಧುನಿಕ ಕಾಲಘಟ್ಟಕ್ಕೆ ಹೊಂದಿಕೊಂಡು ತರಬೇತುಗೊಳಿಸುವ ಅತ್ಯಂತ ಪ್ರಬುದ್ಧವಾದ ವೈಜ್ಞಾನಿಕ ರೀತಿಯಲ್ಲಿ ನಡೆಯುವ ವ್ಯವಸ್ಥಿತವಾದಂತಹ ಒಂದು ಶರಿಯತ್ ಕಾಲೇಜ್. ದೀರ್ಘಕಾಲ ಮಂಜನಾಡಿ ಕೇಂದ್ರ ಜುಮಾ ಮಸೀದಿಯಲ್ಲಿ ಮುದರಿಸಾಗಿ ಸೇವೆ ಮಾಡಿದ ಕರ್ನಾಟಕ ಸುನ್ನಿ ಜಮೀಯತುಲ್ ಉಲಮಾ ಇದರ ರಾಜ್ಯ ಉಪಾಧ್ಯಕ್ಷರು ಆಗಿರುವ ಶೇಖುನಾ PM ಅಬ್ಬಾಸ್ ಮುಸ್ಲಿಯಾರ್
ಅವರ ಅವಿಶ್ರಮ ಪರಿಶ್ರಮದ ಫಲವಾಗಿ ಹುಟ್ಟಿದಂತಹ ಈ ಅಲ್ಮದೀನ ಸಂಸ್ಥೆಯ ಪ್ರದೇಶದ ಧಾರ್ಮಿಕ ಕಾಲೇಜುಗಳ ಪೈಕಿ ಗಮನಾರ್ಹವಾದಂತಹ ಒಂದು ಸಂಸ್ಥೆಯಾಗಿ ಅಲ್ಮದೀನಾ ಶರೀಅತ್ ಕಾಲೇಜ್ ಬೆಳೆದು ನಿಂತಿದೆ. ಅನಾಥ ಮಕ್ಕಳ ಹಾಗೆ ನಮ್ಮ ಸಮಾಜದಲ್ಲಿ ದಾರಿ ತಪ್ಪಲು ಸಾಧ್ಯತೆ ಇರುವಂತಹ ಒಂದು ವಿಭಾಗವಾಗಿದೆ ಶ್ರೀಮಂತರ ಮಕ್ಕಳು. ಅವರಿಗೆ ಯಾವುದೇ ತೊಂದರೆ ಇಲ್ಲ, ಆರ್ಥಿಕವಾದ ಕಷ್ಟ ಇಲ್ಲ, ಹಸಿವಿಲ್ಲ, ಆರ್ಥಿಕವಾದ ಸ್ವಾವಲಂಬನೆಯಿಂದ ಸಹಜವಾಗಿ ದಾರಿ ತಪ್ಪಲು ಸಾಧ್ಯತೆ ಇರುವಂತಹ ಈ ಸಮಾಜದ ಶ್ರೀಮಂತ ಮಕ್ಕಳನ್ನು ಸಂಪೂರ್ಣವಾಗಿ ಧಾರ್ಮಿಕವಾದಂತಹ ಒಂದು ವಾತಾವರಣದಲ್ಲಿ ಅವರನ್ನು ತಂದು ಶಿಕ್ಷಣ ಮತ್ತು ಆಧ್ಯಾತ್ಮಿಕವಾದ ತರಬೇತಿ ಅವರಿಗೆ ಕೊಟ್ಟು ಅವರನ್ನು ಪ್ರಜ್ಞಾವಂತ ನೈತಿಕ ಪ್ರಜ್ಞೆಯುಳ್ಳಂತಹ ಪ್ರಜೆಗಳನ್ನಾಗಿ ಮಾಡುವ ಒಂದು ಸಂಸ್ಥೆಯಾಗಿದೆ ಬೋರ್ಡಿಂಗ್ ಮದ್ರಸಾ. ಅನಾಥ ಮಕ್ಕಳಿಗೂ ಅದೇ ರೀತಿ ನಿರ್ಗತಿಕ ಮಸಾಕೀನ್ ಮಕ್ಕಳಿಗೂ ಬೇರೆ ಬೇರೆ ವ್ಯವಸ್ಥೆಯನ್ನು ಅಲ್ಮದೀನ ಮಾಡಿದೆ. ಅಲ್ಮದೀನಾದ ಪ್ರಮುಖವಾದಂತಹ ಒಂದು ಇನ್ಸ್ಟಿಟ್ಯೂಷನ್ ಅದು ಯತೀಮ್ ಖಾನ. ಆ ಯತೀಮ್ ಖಾನದಲ್ಲಿ ತಂದೆ ಇಲ್ಲದ ಮಕ್ಕಳಿಗೆ ಅರಿವು ಮತ್ತು ಆಹಾರವನ್ನು ಕೊಟ್ಟು ಅವರನ್ನು ಎಲ್ಲ ರೀತಿಯಲ್ಲೂ ಕೂಡ ತರಬೇತು ಮಾಡಿ ಭವಿಷ್ಯದಲ್ಲಿ ಉತ್ತಮ ಪ್ರಜೆಗಳನ್ನಾಗಿ ಮಾಡುವಂತಹ ಪರಿಶ್ರಮ ನಡೆಯುವುದರ ಜೊತೆಯಲ್ಲಿ ನಿರ್ಗತಿಕ ಮಂದಿರದಲ್ಲಿ ತಂದೆ ಇದೆ ಎಂಬ ಏಕೈಕ ಕಾರಣಕ್ಕಾಗಿ ಸಮಾಜದಿಂದ ಎಲ್ಲಾ ರೀತಿಯ ಸೌಲಭ್ಯಗಳಿಂದ ವಂಚಿತರಾಗಿ ಶಿಕ್ಷಣವನ್ನು ಮುಂದುವರಿಸಲು ಸಾಧ್ಯವಾಗದಂತಹ ಪುಟಾಣಿಗಳಿಗೆ ದಾರುಲ್ ಮಸಾಕೀನಲ್ಲಿ ಎಲ್ಲ ವ್ಯವಸ್ಥೆಗಳನ್ನು ಮಾಡಿ ಶಿಕ್ಷಣ ನೀಡುವಂತಹ ಕೆಲಸ ಕೂಡ ನಡೆಯುತ್ತಾ ಇದೆ. ಯತೀಮ್ ಮಕ್ಕಳಿಗೆ ಯತೀಮ್ ಖಾನದಲ್ಲೂ, ನಿರ್ಗತಿಕ ಬಡ ಮಕ್ಕಳಿಗೆ ದಾರುಲ್ ಮಸಾಕೀನ್ ಅಥವಾ ನಿರ್ಗತಿಕ ಮಂದಿರದಲ್ಲೂ SSLC ತನಕ ಪ್ರಾಥಮಿಕವಾದಂತಹ ಶಿಕ್ಷಣವನ್ನು ಕೊಟ್ಟು ಆಮೇಲೆ ಪ್ರಾಥಮಿಕ ಮತ್ತು ಪ್ರೌಢವಾದಂತಹ ಶಿಕ್ಷಣವನ್ನು ಕೊಟ್ಟು ಅವರು ಇಚ್ಛಿಸಿದ ಸ್ಥಳದಲ್ಲಿ ಇಚ್ಛಿಸಿದ ರೀತಿಯಲ್ಲಿ ಕಾಲೇಜು ವಿದ್ಯಾಭ್ಯಾಸ, ಡಿಗ್ರಿ, PG ಮತ್ತು ಪ್ರೊಫೆಷನಲ್ ಕೋರ್ಸ್ಗಳನ್ನು ಕಲಿಯುವ ವ್ಯವಸ್ಥೆಗಳನ್ನು ಕೂಡ ಅಲ್ಮದೀನಾದ ಕ್ಯಾಂಪಸ್ನಲ್ಲಿ ಬಹಳ ಸ್ತುತ್ಯರ್ಹವಾದ ರೀತಿಯಲ್ಲಿ ನಡೆಸಿಕೊಂಡು ಬರಲಾಗ್ತಾ ಇದೆ. ಆಂಗ್ಲ ಮಾಧ್ಯಮ ಶಾಲೆ ಜಗತ್ತಿನಲ್ಲಿ ಒಂದು ಇಂಗ್ಲಿಷ್ ಬಹಳ ಅನಿವಾರ್ಯವಾದಂತಹ ಒಂದು ಭಾಷೆಯಾಗಿದ್ದು ಜಗತ್ತಿನ ಅತಿ ದೊಡ್ಡ ಸಾಮಾನ್ಯವಾಗಿ ಎಲ್ಲರೂ ಮಾತನಾಡುವ ಒಂದು ಭಾಷೆಯಾಗಿ ಇಂಗ್ಲಿಷ್ ಇವತ್ತು ನಮ್ಮ ಮುಂದೆ ಇದೆ. ಅಲ್ಮದೀನಾದ ಇಂಗ್ಲಿಷ್ ಮೀಡಿಯಂ ಶಾಲೆ LKG ಯಿಂದ SSLC ತನಕ ಈಗ ಸುಮಾರು 1600 ಮಕ್ಕಳು ಈ ಪ್ರದೇಶದ ವಿವಿಧ ಕಡೆಗಳಿಂದ ಬಂದು ವಿದ್ಯಾರ್ಜನೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಬಹಳ ಒತ್ತಿ ಹೇಳಬೇಕಾದಂತಹ ಒಂದು ಸಂಸ್ಥೆ ಅಂತ ಹೇಳಿದರೆ ಅಲ್ಮದೀನಾದ ವಿಮೆನ್ಸ್ ಕಾಲೇಜ್. ಶೈಕ್ಷಣಿಕ ರಂಗದ ಹೊಸ ಕ್ರಾಂತಿಯ ಸಂಕೇತವಾಗಿರುವ ಮಹಿಳಾ ಕಾಲೇಜಿನಲ್ಲಿ ಆರ್ಟ್ಸ್ ಮತ್ತು ಕಾಮರ್ಸ್ನಲ್ಲಿ PUC ಕೊಡುವಂತಹ ವ್ಯವಸ್ಥೆ ಇದೆ. ಉಜ್ವಲವಾದ ಕ್ಯಾಂಪಸ್ನಲ್ಲಿ, ಪ್ರಶಾಂತವಾದ ವಾತಾವರಣದಲ್ಲಿ, ಸುರಕ್ಷಿತವಾದಂತಹ ವ್ಯವಸ್ಥೆಗಳಲ್ಲಿ ಹೆಣ್ಣು ಮಕ್ಕಳು ಧೈರ್ಯದಿಂದ ಕಲಿಯುವಂತಹ ಒಂದು ಬೃಹತ್ ಸಂಸ್ಥೆಯಾಗಿ ಅಲ್ಮದೀನಾದ ವಿಮೆನ್ಸ್ ಕಾಲೇಜ್ ಕಾರ್ಯಾಚರಣೆ ಮಾಡ್ತಾ ಇದೆ. ಅನೈತಿಕವಾದ ದಂಧೆಗಳು ಒಬ್ಬ ಹೆಣ್ಣು ಮಗು ಧೈರ್ಯವಾಗಿ ಹೊರಗೆ ನಡೆಯಲು ಸಾಧ್ಯವಾಗದ ರೀತಿಯಲ್ಲಿ ಕಷ್ಟಪಡುವ ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೆಣ್ಣು ಮಕ್ಕಳು ಮಾತ್ರ ಕಲಿಯುವಂತಹ ಒಂದು ಸುರಕ್ಷಿತವಾದ ಕ್ಯಾಂಪಸ್ ಮೂಲಕ ಸಮಾಜಕ್ಕೆ ಬಹಳ ಅಗತ್ಯವಾದಂತಹ ಒಂದು ಸಂಸ್ಥೆಯು ಅಲ್ಮದೀನಾದಿಂದ ಪ್ರಾರಂಭವಾಗಿದೆ ಎಂಬುದನ್ನು ನಾವೆಲ್ಲರೂ ಕೂಡ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕಾಗಿದೆ. ಈ ಸಮಾಜದ ನಿರ್ಗತಿಕ ಅನಾಥ ಹೆಣ್ಣು ಮಕ್ಕಳು ವರದಕ್ಷಿಣೆ ಎಂಬ ಮಹಾಮಾರಿಯ ಮುಂದೆ ತಮ್ಮ ಮದುವೆಗಳನ್ನು ನಡೆಸಿಕೊಳ್ಳಲು ಸಾಧ್ಯವಾಗದೆ ರಕ್ಷಕರು ಕೈ ಚೆಲ್ಲಿ ಒಂದು ವೇಳೆ ಆತ್ಮಹತ್ಯೆಗೋ, ಕೊಲೆಗೋ, ಪರಪುರುಷರ ಜೊತೆಗೆ ಪರಾರಿಗೂ ಕಾರಣವಾಗುವಂತಹ ಈ ಸಾಮಾಜಿಕ ದುರಂತವನ್ನು ಎದುರಿಸಲು ಅಲ್ಮದೀನಾ ಇಸ್ಲಾಮಿಕ್ ಕಾಂಪ್ಲೆಕ್ಸ್ ಹಮ್ಮಿಕೊಂಡ ಬಹಳ ಅನಿವಾರ್ಯವಾದಂತಹ ಒಂದು ಸೇವೆಯಾಗಿದೆ ಸಾಮೂಹಿಕ ವಿವಾಹಗಳು. ನಮ್ಮ ಈ ಅಲ್ಮದೀನಾದ ಕ್ಯಾಂಪಸ್ನಲ್ಲೂ ಶೇಖುನಾ ಅಬ್ಬಾಸ್ ಉಸ್ತಾದರ ಹುಟ್ಟೂರಾದ ಕೊಡಗು ಜಿಲ್ಲೆಯಲ್ಲೂ ಮಡಿಕೇರಿ ಕೇಂದ್ರವಾಗಿಯೂ ಈಗಾಗಲೇ 200ಕ್ಕಿಂತ ಅಧಿಕ ಹೆಣ್ಣು ಮಕ್ಕಳನ್ನು ವಿವಾಹ ಮಾಡಿಕೊಡುವ ಒಂದು ಯೋಜನೆಯನ್ನು ಜಾರಿಯಲ್ಲಿಟ್ಟು ಸಮಾಜದ ಅಶರಣರ ಆಶಾ ಕೇಂದ್ರವಾಗಿರುವ ಅಲ್ಮದೀನಾ ಇಸ್ಲಾಮಿಕ್ ಕಾಂಪ್ಲೆಕ್ಸ್ ಈ ನಾಡಿನ ಜಾತಿ, ಮತ, ಪಕ್ಷ, ಪಥ, ಪಂಗಡಗಳಿಗೆ ಅತೀತವಾಗಿ ಎಲ್ಲ ಸಮುದಾಯದವರು ಕೂಡ ಸಹಾಯ ಸಹಕಾರ ನೀಡಿ ಬೆಂಬಲಿಸಬೇಕಾದಂತಹ ಒಂದು ಸಂಸ್ಥೆಯಾಗಿದೆ. ಈ ಒಂದು ಗ್ರಾಮೀಣ ಪ್ರದೇಶಗಳಲ್ಲಿ ಮಂಜನಾಡಿ ಎಂಬ ಒಂದು ಪುಟ್ಟ ಪ್ರದೇಶದಲ್ಲಿ ಇವತ್ತು ಜಿಲ್ಲೆಗೆ, ರಾಜ್ಯಕ್ಕೆ, ದೇಶ ವಿದೇಶಗಳಿಗೆ ಹೆಸರುವಾಗುವಂಥ ಒಂದು ಹೆಸರನ್ನು ಕೀರ್ತಿ
ನಮ್ಮ ಅಬ್ಬಾಸ್ ಉಸ್ತಾದರು ತಂದಿದ್ದಾರೆ. ಇವತ್ತು ಅಬ್ಬಾಸ್ ಉಸ್ತಾದರವರು ದೇಶ ವಿದೇಶದಲ್ಲಿ ಬೇರೆ ಬೇರೆ ಭಾಷೆಗಳಲ್ಲಿ ಇರುವ ಜನರನ್ನು ಬೆರೆತು ಇವತ್ತು ಕೇರಳ ರಾಜ್ಯದಲ್ಲಿ ನೋಡಿರ್ಬೋದು ಬಹಳಷ್ಟು ಮರ್ಕಜ್ಗಳು ಬೆಳೆದು ನಿಂತಿದೆ. ಆದರೆ ನಮ್ಮ ಜಿಲ್ಲೆಯಲ್ಲಿ ಈ ಒಂದು ಹೆಸರುವಾಸಿ ಅಂತ ತಗೊಂಡಂತಹ ಒಂದು ಹೆಸರನ್ನು ನಮ್ಮ ಅಬ್ಬಾಸ್ ಉಸ್ತಾದರು ಮಾಡಿದ್ದಾರೆ. ಈ ಮಕ್ಕಳ ವಿದ್ಯಾಭ್ಯಾಸಕ್ಕೋಸ್ಕರ, ಈ ಮಕ್ಕಳ ಮದುವೆಗೋಸ್ಕರ, ಬಡ ಹೆಣ್ಣು ಮಕ್ಕಳ ಮುಂದಿನ ಏಳಿಗೆಗೋಸ್ಕರ ನಾವೆಲ್ಲರೂ ಶ್ರಮ ಪಡಬೇಕಾಗ್ತದೆ. ಇದು ಬರೇ ಅಬ್ಬಾಸ್ ಉಸ್ತಾದರ ಅನ್ನೋ ವಿಷಯ ಹೇಳುವುದಲ್ಲ, ಅವರಿಗೆ ನಾವು ಬೆನ್ನೆಲುಬಾಗಿ ನಿಂತರೆ ಖಂಡಿತವಾಗಿಯೂ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಈ ಒಂದು ಯತೀಮ್ಖಾನ ಜಿಲ್ಲೆಯಲ್ಲಿ ಇರುವಂತಹ ನಮ್ಮ ಸಮುದಾಯದ ಬಡ ಮಕ್ಕಳನ್ನು ಇನ್ನಷ್ಟು ತೆಗೆಯುವಲ್ಲಿ ನಾವು ಅವರಿಗೆ ಬಹಳಷ್ಟು ಸ್ಫೂರ್ತಿಯನ್ನು ಕೊಡಬೇಕು. ನೀವೆಲ್ಲ ಇದಕ್ಕೆ ಸಹಕಾರಿಯಾದಾಗ ಅಲ್ಲಾಹು ನಿಮ್ಮನ್ನು ಒಂದು ಒಳ್ಳೆಯ, ನೀವು ಕೊಡುವಂತ ಏನು ದಾನ ಇದೆ ಅದನ್ನು ಈ ಸಂಸ್ಥೆಗೆ ಕೊಟ್ಟಲ್ಲಿ ಮುಂದಕ್ಕೆ ಇದನ್ನು ಇಬಾದತ್ತಾಗಿ ನಿಮಗೆ ಸ್ವೀಕಾರ ಯಾವ ರೀತಿಯಲ್ಲಿ ಸಿಗಬಹುದು ಎಂಬುದನ್ನು ಅಲ್ಲಾಹು ಕುರಾನಲ್ಲಿ ನಮಗೆ ವಿವರಿಸಿದ್ದಾನೆ. ಆ ಒಂದು ವಿವರಣೆಯಾಗಿ ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ, ಅಬ್ಬಾಸ್ ಉಸ್ತಾದರ ಆರೋಗ್ಯ ಕೊಡಲಿ, ಆ ಸಂಸ್ಥೆಗೆ ಬಹಳಷ್ಟು ಆರೋಗ್ಯ ಕೊಡಲಿ, ಆ ಮಕ್ಕಳ ಜೀವನ ಒಂದು ಒಳ್ಳೆಯ ಜೀವನವಾಗಿ ಈ ಸಂಸ್ಥೆಯಿಂದ ಹುಟ್ಟಿಕೊಂಡಂತಹ ಈ ಮಕ್ಕಳು ಸಮಾಜಕ್ಕೆ ಹಾಗೂ ಸಮುದಾಯಕ್ಕೆ ಒಂದು ಒಳ್ಳೆಯ ವ್ಯಕ್ತಿಗಳಾಗಿ ಬಾಳಲಿ ಎಂಬುದನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳಬಯಸುತ್ತೇನೆ. ಸಂಸ್ಥೆಯನ್ನು ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಮುನ್ನಡೆಸಿಕೊಂಡು ಹೋಗಲಿಕ್ಕೆ ವಿವಿಧ ಸಹಾಯ ಸಹಕಾರಗಳ ಅಗತ್ಯ. ಮುಖ್ಯವಾಗಿ ಆರ್ಥಿಕವಾದ ಸಹಾಯವು ನಮ್ಮ ಪರಿಸರದಿಂದಲೇ ಮಾತ್ರ ಸಿಗಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ಆದ್ದರಿಂದ ವಿವಿಧ ಕಡೆಯಲ್ಲಿ ವಿದೇಶ ರಾಜ್ಯಗಳಲ್ಲಿರುವಂತಹ ಕಾರ್ಯಕರ್ತರೆಲ್ಲ ಅಲ್ ಮದೀನಾದ ಈ ಚಟುವಟಿಕೆಗಳನ್ನು ಗುರುತಿಸಿಕೊಂಡು ಎಲ್ಲರೂ ಆರ್ಥಿಕ ಸಹಾಯಗಳನ್ನು, ಎಲ್ಲ ರೀತಿಯ ಸಹಾಯ ಸಹಕಾರಗಳನ್ನು ಕೊಡಬೇಕು. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲಾ ಅದನ್ನು ಸ್ವೀಕರಿಸಲಿ, ಕಬೂಲ್ ಮಾಡಲಿ. അൽ മദീന ഇംഗ്ലീഷ് മീഡിയം ആയിട്ടും ഈ കമ്പൗണ്ടിൽ 1000 മേല് മക്ക രണ്ട് മദ്രസ ആയിട്ടും വസ്തുവിനെ പോലെ 8 ഗಂಟೆ പിടിച്ചിട്ട് 10 ഗಂಟೆ മദ്രസ ശിക്ഷണം. ഇത് ഈ ചുറ്റുപാടിൽ എവിടെയും ഇല്ല. ഏതൊരു സ്കൂളിലും ദർസ് മദ്രസ ചെന്ന വിഷയ എവിടെയും ഇല്ല. അൽഹംദുലില്ലാ ചെമ്മ വലിയ വലിയ ಇನ್ಸ್ಟಿಟ್ಯೂಟ್ ಆಯ್ತು, ചെറിയ ചെറിയ ಇನ್ಸ್ಟಿಟ್ಯೂಟ್ ಆಯ್ತು, ಚೆಮ್ಮ ಸ್ಕೂಲು ಉಡುಂಡು. ಆಂಗಿಲ್ ಆ ಸ್ಕೂಲ್ ಒಟ್ಟಿಗೆ ಮದ್ರಸ ಶಿಕ್ಷಣ ಉಳ್ಳಂತಾಂಗಿಲ್ ಅದು ನಾಳೆ ಸೌತ್ ಕನ್ನಡത്തിൽ ಆಯ್ತು ಚೆನ್ನಂತಾಂಗಿಲ್ ಕೊರೋಲ್ಲ. ಸೌತ್ ಕನ್ನಡ ಚೆನ್ನಂತಾಂಗಿಲ್ ಇದು ಅಲ್ ಮದೀನത്തിൽ മാത്രമേ ഉള്ളൂ. 8 ಗಂಟೆ പിടിച്ചിട്ട് 10 ಗಂಟೆ സ്കൂൾ ദർസ് മദ്രസ ಅದರ കൂടി സ്കൂളും ഉണ്ട്. ഇത് ഓഡിറ്റോറിയം. ഈ പ്രദേശങ്ങളിലെ ഏറ്റവും മികച്ച കല്യാണ മണ്ഡപമാണ് നാട്ടക്കല്ലിനടുത്ത് സ്ഥാപിക്കപ്പെട്ട അൽ മദീന ഹാൾ.
وجب الشكر علينا وجب الشكر علينا وجب الشكر علينا शुक्र है हम पर वाजिब 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 मादा लिल्लाहि दाई मादा लिल्लाहि दाई मादा लिल्लाहि दाई طلع البدر علينا طلع البدر علينا طلع البدر علينا طلع البدر علينا അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം വർഷിച്ചതിനാലാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ സ്ഥാപനം അസൂയാർഹമായ ഈ നേട്ടം കൈവരിച്ചത്. സർവശക്തൻ ഇനിയും ഇതിനെ ഉന്നതിയിലെത്തിക്കുമാറാകട്ടെ. ഇതിനെ സഹായിച്ചവർക്ക് റഹ്മത്തും ബർക്കത്തും നൽകുന്നതോടൊപ്പം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. मदीने में ये होते हैं यहाँ पर ये नहीं होते मदीने में ये होते हैं यहाँ पर ये नहीं होते दीवाने बारहवीं की शब दीवाने